സൂമിലേക്ക് കൊടുക്കുക. അപ്പൊ അതാ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നമ്മുടെ പ്രസന്ററെ വെൽക്കം ചെയ്യാണ്. ഓക്കെ, ഇന്നത്തെ ഈ ഒരു സൂം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം എംപവർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ നടത്തുന്ന ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി, നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി, നിങ്ങളുടെ ലൈഫ് കളർഫുൾ ആക്കാൻ വേണ്ടി വരുന്നത് മറ്റാരുമല്ല, എംപവർ ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ഫൗണ്ടറും ഹെഡുമായിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ലീഡർ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം അൽ-അമീൻ സാറാണ്. എല്ലാവരും നല്ലൊരു ഡിജിറ്റൽ ക്ലാപ്പും ഫിസിക്കൽ അതേപോലെ തന്നെ ഡിജിറ്റൽ ക്ലാപ്പോട് കൂടി തന്നെ നല്ലൊരു ലവ് സിംബലും കൊടുത്തുകൊണ്ട് സാറിനെ വെൽക്കം ചെയ്യാം. വണ്ടർഫുൾ വെൽക്കം സാർ, ആൻഡ് ഓവർ ടു യു. താങ്ക് യു സോ മച്ച് റിസർച്ച് മാഡം. ഹാപ്പി ഗുഡ് ഈവനിങ്. എല്ലാവരും വളരെ ഹാപ്പി ഫേസോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്, കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും വൺസ് അഗെയിൻ എല്ലാവർക്കും ഹാപ്പി ഗുഡ് ഈവനിങ്. ഇന്നത്തെ ഒരു ദിവസം തിങ്കളാഴ്ച അല്ലേ, തിങ്കളാഴ്ച ദിവസം 9 മണിക്ക് നമ്മുടെ ഗ്രൂപ്പിൽ സൂമിൻ്റെ ലിങ്ക് കണ്ട്, ഒരു BOP പ്രസൻറ്റേഷൻ്റെ ലിങ്ക് കണ്ട് ഒരുപാട് വേണ്ടപ്പെട്ട ആളുകൾക്ക് ലിങ്കൊക്കെ അയച്ചു കൊടുത്ത്, ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള മീറ്റിങ്ങിൻ്റെ ലിങ്ക് എൻ്റെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾക്ക്, എന്നെപ്പോലെ ആവശ്യക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് അത് അയച്ചു കൊടുത്ത് അവരും കൂടി കയറിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തി അവരുടെ കൂടെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി, വലിയൊരു അവസരം, അല്ലെങ്കിൽ വലിയ ലൈഫിൽ ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന, അല്ലെങ്കിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ നല്ല ഇമ്പാക്റ്റോട് കൂടിയിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു അവസരത്തിൻ്റെ ഒരു അരമണിക്കൂർ പ്രസൻറ്റേഷൻ കേൾക്കാനായിട്ട് എത്തിയിട്ടുള്ള എല്ലാവരെയും ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് എന്ത് ചെയ്യണം, സ്വാഗതം ചെയ്യണം. ഇന്നത്തെ ഒരു ദിവസം ഈ 9 മണി സമയത്ത് ഇതിനേക്കാളും വലിയ ബെനിഫിറ്റുകളുള്ള, അല്ലെങ്കിൽ ഇതിനേക്കാളും ബെനിഫിറ്റുകൾ ഉണ്ട് എന്ന് ഉറപ്പ് ഉള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല ആളുകളും മാറിപ്പോയപ്പോൾ അവർക്കാർക്കും ചിലപ്പോൾ ഇതിലേക്ക് കയറാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇന്ന് 9 മണി എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ 9:03, 9:04 മുന്നേ ഈ മീറ്റിങ്ങിൽ ഞാൻ എൻ്റെ സീറ്റ് ഉറപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വേണ്ടപ്പെട്ടവരുമായിട്ട് ഈ മീറ്റിങ്ങിൽ ഉണ്ടാകും എന്ന് തീരുമാനമെടുത്ത് ഇതിന് അത്രയും സിൻസിയറായിട്ട്, അത്രയും പ്രയോറിറ്റി കൊടുത്ത്, അത്രയും സീരിയസ്നെസ്സോടുകൂടെ ഇതിനെ കണ്ട ആളുകൾക്കൊക്കെ ഇന്ന് ഈ മീറ്റിംഗ് റൂമിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ 1, 2, 3 മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ആ 2, 3 മിനിറ്റിൻ്റെ വാല്യൂ ഇന്ന് കയറാൻ പറ്റാതെ പുറത്ത് വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്ന പല ആളുകൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ ശരിക്കും മനസ്സിലാകുന്നുണ്ടാവും. ഇതാണ് ലൈഫ് എന്ന് പറയുന്നത്. നമുക്ക് ലൈഫിൽ അവസരങ്ങൾ ഒരുപാടൊന്നും ചിലപ്പോൾ എന്ത് ചെയ്യില്ല, കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ നമ്മുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ളതൊക്കെ നമ്മുടെ അവസരങ്ങളാണോ അല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മളൊന്ന് റീചെക്ക് ചെയ്തിട്ട് അതെൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈലിലേക്ക് മാറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് വിശ്വസിച്ച് അതിനെ 2 കൈയും നീട്ടി സ്വീകരിച്ച ഇന്ന് 9:04 മുന്നേ ഈ ഒരു മീറ്റിംഗ് റൂമിലേക്ക് എൻ്റർ ചെയ്യാൻ ഭാഗ്യം കിട്ടിയ 500 പേരോടുകൂടെ നമ്മൾ ഈ മീറ്റിംഗ് എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. സോ വൺസ് അഗെയിൻ ഹാപ്പി ഗുഡ് ഈവനിങ്. ഇന്ന് നിങ്ങളൊരു സുഹൃത്തോ, അതല്ലെങ്കിൽ ഞാൻ പുതിയ ആളുകളോടാണ് പറയുന്നത്, നിങ്ങളൊരു സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധുവോ എന്ത് പറഞ്ഞിട്ടാണോ നിങ്ങൾ ഈ ഒരു മീറ്റിംഗ് ലിങ്ക് അയച്ചു തന്നിട്ട് കയറാൻ പറഞ്ഞത് എനിക്കറിയില്ല. ചിലപ്പോൾ ഒരു ബിസിനസ് അവസരം കേൾക്കാനാണെന്ന് പറഞ്ഞിട്ടോ, അതല്ലെങ്കിൽ ഒരു സെമിനാർ, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി സെമിനാർ പങ്കെടുക്കാനാണെന്ന് പറഞ്ഞിട്ടോ, പല കാരണങ്ങൾ പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഇവിടേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. എനിവേ, നിങ്ങളുടെ ലൈഫിലെ ഇന്നത്തെ ഒരു ദിവസം 24 മണിക്കൂർ എന്ന് പറയുന്ന ആ ഒരു 24 അവേഴ്സിലെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു 30 to 40 മിനിറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വരാൻ പോകുന്ന ഒരു 30 to 40 മിനിറ്റ്സ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാവും. അതിന് ഞാൻ ആകെ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ ഇരിക്കുന്നത് ഒരു ഫ്രീ ബ്ലാങ്ക് മൈൻഡോട് കൂടെ, ഒരു കുട്ടി എങ്ങനെയാണ് ഒരു ബ്ലാങ്ക് മൈൻഡോട് കൂടെ, ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ, ഒരു ഇറിറ്റേഷനും ഇല്ലാതെ, യാതൊരു വിധ മുൻവിധി ഇല്ലാതെ ഞാൻ വരാൻ പോകുന്ന 40 മിനിറ്റ് എന്നെ ദൈവം തീരുമാനിച്ച് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ 40 മിനിറ്റ് എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് സ്വയം വിശ്വസിച്ച് അതിൽ നിന്ന് വേണ്ടതൊക്കെ പിക്ക് ചെയ്ത് യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയുന്ന ഒരു തീരുമാനം എടുത്ത് 1 മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാതെ നെക്സ്റ്റ് ആക്ഷനിലേക്ക് പോകാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അതിന് നല്ല തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഭാഗ്യം കിട്ടട്ടെ എന്ന് ഞാൻ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കുകയാണ്. സോ എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യണം, ഈ മീറ്റിംഗിലേക്ക് വെൽക്കം ചെയ്യണം. സ്ക്രീൻ ഷെയർ വിസിബിൾ അല്ലേ പ്രസവതി മാഡം? ഓക്കെ. സോ വൺസ് അഗൈൻ വെൽക്കം. ഈ വരുന്നൊരു 40 മിനിറ്റ് നമ്മുടെ മൈൻഡ് ഒരു സ്ഥലത്തേക്കും പോകാതെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി ആരാണോ ആ വ്യക്തിയിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഈ 40 മിനിറ്റ് നിങ്ങൾക്ക് ലോകത്ത് 95% ആളുകളുടെ കയ്യിലും കിട്ടാത്ത, 95% ഓഫ് ആളുകളുടെ കയ്യിലും കിട്ടാത്ത, അവരനുഭവിക്കാത്ത, അവർ കേൾക്കാത്ത, അവർ ഡിസ്കസ് ചെയ്യാത്ത, അവർ സംസാരിക്കാത്ത ഒരു മേഖലയിലെ മൈന്യൂട്ട് 5% ഓഫ് റയർ പേഴ്സൺസിൽ വരുന്ന ആളുകളാണ് ഞാനും നിങ്ങളും എല്ലാവരും. എന്താണ് ഇന്ന് ഇവിടെ നമ്മളൊരു 40 മിനിറ്റ്സ് കൊണ്ട് എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഐ എം അൽ-അമീൻ.
സ്വദേശം തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്താണ് താമസം. കഴിഞ്ഞ 6.5 വർഷമായിട്ട് എംപവർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ലൈഫിൽ യാതൊരുവിധ ബന്ധവുമില്ലാതെ കഴിഞ്ഞ 2020 ജൂൺ 6-ാം തീയതി വളരെ ആകസ്മികമായിട്ടൊരു സുഹൃത്തിന്റെ ഒരു ഇൻവിറ്റേഷനോട് കൂടെ ഞാൻ അറിയാത്ത അല്ലെങ്കിൽ ഞാൻ അതുവരെ കേൾക്കാത്തൊരു മേഖലയിലേക്ക് ഞാൻ കടന്നു വരാനൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അന്ന് ഈ ഒരു മേഖല കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി വളരെയധികം നല്ല രീതിയിൽ എന്താ പറയുക എല്ലാ സ്ഥലങ്ങളിലേക്കും സ്പ്ലിറ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തോടു കൂടെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള എൻ്റെ സുഹൃത്ത് എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കി തരുമെന്ന് വിശ്വസിച്ച് ഞാൻ കൂടെ നിന്നു. ഇതിനെക്കുറിച്ച് ഓരോ ദിവസവും പഠിച്ചു അല്ലെങ്കിൽ ഇന്ന് എന്നോട് ചോദിക്കുന്ന ഓരോ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കഴിഞ്ഞ 6.5 വർഷം കൊണ്ട് ഇന്ന് ഈ ഒരു മേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജിയെ കുറിച്ച് ആര് ചോദിച്ചു കഴിഞ്ഞാലും എൻ്റെ ലിമിറ്റേഷൻസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ 6.5 വർഷം കൊണ്ട് ഞാൻ നേടിയെടുത്തിട്ടുള്ള എൻ്റെ നോളജാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അസറ്റ് എന്ന് ഞാൻ പറയും. സോ ഈ കഴിഞ്ഞ 6.5 വർഷം കൊണ്ട് ഏകദേശം 80,000-ത്തിലധികം ആളുകൾ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് മാറി അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരുപാട് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആളുകളെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് അവസരം കൊടുത്ത ഒരുപാട് ആളുകൾക്ക് വഴി തുറന്നു കൊടുത്തൊരു കമ്മ്യൂണിറ്റിയിലാണ് ഞാനും നിങ്ങളും ഇന്ന് നിൽക്കുന്നത്. സോ ഈ കമ്മ്യൂണിറ്റിയിലൂടെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ പറ്റിയതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നുണ്ട്. സോ എന്താണ് ഈ ഒരു 40 മിനിറ്റ്സ് കൊണ്ട് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്? അതൊന്നുമല്ല, നിങ്ങളുടെ സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ പേര് അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേര് കോയിൻ ഫോർജ് എന്നാണ്. കോയിൻ ഫോർജ് എന്ന് പറയുന്നത് വേൾഡ് ഓഫ് പോസിബിലിറ്റീസ്, അതായത് ഒരുപാട് സാധ്യതകളുടെ ഒരു ലോകം, അതാണ് കോയിൻ ഫോർജ്. അതായത് ഇന്ന് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഒരു 3 സ്റ്റെപ്പിൽ നിന്ന്, അതായത് ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ നിന്ന് 2ാമത്തെ സ്റ്റെപ്പിലേക്കും അതിൽ നിന്ന് 3ാമത്തെ സ്റ്റെപ്പിലേക്കും അത് വെബ് 3 എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് നമ്മൾ കടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത നമ്മുടെ ചുറ്റുവട്ടത്ത് 99% ഓഫ് ആളുകളും കടന്നു വരാത്ത ഒരു മേഖലയിലാണ് ഞാനും നിങ്ങളും ഇന്ന് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും വരുമാനം ഉണ്ടാക്കാൻ പോകുന്നതും. സോ അതാണ് കോയിൻ ഫോർജ്. ഇനി നിങ്ങൾ കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഒരു പ്രസന്റേഷനിലേക്ക് ഞാൻ കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും വിസിബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ചാർട്ട് ഓൾറെഡി നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അതായത് ലൈഫ് റേസ് പെർ ഇയർ 1990 മുതൽ 2030 വരെ ഏകദേശം ഞാൻ അത് 1990 സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ഞാൻ ജനിച്ചത് 1990-ലാണ്. അപ്പോൾ 1990 മുതൽ ഞാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ആ ഒരു വർഷം മുതൽ 2030 വരെയുള്ള ഒരു സാധാരണക്കാരൻ്റെ ഒരു ചെറിയ ഫാമിലിയുടെ ഒരു ഇയർലി എക്സ്പെൻസ്, അതായത് ഒരു ഭർത്താവ്, ഒരു ഭാര്യ, 2 മക്കൾ എന്ന് പറയുന്ന പോലെ ഒരു ചെറിയ കുടുംബത്തിന് ഒരു വർഷം ജീവിച്ചു പോകണമെങ്കിൽ എത്ര രൂപ ആ കുടുംബത്തിന്റെ എക്സ്പെൻസ് നമ്മൾ കാണണം? അതല്ലെങ്കിൽ 1990 മുതലുള്ള 2026 ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ദിവസം മുതൽ വരാൻ പോകുന്ന ഒരു 2030 വരെ എന്തായിരിക്കും അതിന്റെ ഒരു വേരിയേഷൻ എന്ന് നമുക്ക് നോക്കാം. 1990-ൽ ഒരു ചെറിയൊരു ഫാമിലിക്ക് ഒരു പെർ ഇയർ ഒരു വർഷം ജീവിക്കണമെങ്കിൽ അവരുടെ ചെലവുകൾ ചിലപ്പോൾ ആ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചാറ്റ് GPT ഒക്കെ ചോദിച്ചു നോക്കിയാൽ മനസ്സിലാവും. 45,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുടുംബത്തിന് മനോഹരമായിട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നു. അത് 91-ൽ 92 93 പോലെയുള്ള വർഷങ്ങൾ കഴിഞ്ഞ് 95-ലെത്തിയപ്പോൾ അത് 64,000 രൂപയിലേക്ക് അത് ഉയർന്നു. അവിടെ നിന്ന് 2000-ലേക്ക് മാറിയപ്പോൾ അത് 64,000 രൂപ എന്നുള്ളത് 95,000 രൂപയിലേക്ക് എന്ത് ചെയ്തു വന്നു. അതായത് 10 വർഷത്തെ വ്യത്യാസം ഡബിൾ ആയിട്ട് എന്ത് ചെയ്തു? ഒരു ചെറിയൊരു ഫാമിലിയുടെ ലൈഫ് എക്സ്പെൻഡിച്ചർ മാറി. ആ 2000-ൽ നിന്ന് അത് 2010-ലേക്ക് എത്തിയപ്പോൾ അത് 2,25,000 രൂപ എന്ന് പറയുന്ന ഒരു എമൗണ്ടിലേക്ക് എന്ത് ചെയ്തു? ഒരു കുടുംബത്തിന് ഒരു വർഷം എന്താ പറയുക അവരുടെ എക്സ്പെൻസ് ബീറ്റ് ചെയ്യേണ്ട സിറ്റുവേഷനിലേക്ക് അത് മാറി. അങ്ങനെയാണെങ്കിൽ 2010-ൽ അത് 2,25,000 ആണെങ്കിൽ ഒരു മാസം അവരുടെ എക്സ്പെൻസ് എത്രയാണ്? ഏകദേശം നോക്കുകയാണെങ്കിൽ 12 മാസമുണ്ട്. അത് ഏകദേശം 20,000 രൂപക്കടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മാസം ആ ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ആ 2010-ൽ ആവശ്യമായിട്ടുള്ള ഒരു എമൗണ്ട് 20,000 രൂപക്ക് മുകളിലാണ് പെർ മന്ത്. അത് 2.25 ലക്ഷം രൂപയാണ് പെർ ഇയർ. അത് 2020-ലെത്തിയപ്പോൾ അത് 5,80,000-ത്തിലേക്ക് എന്ത് ചെയ്തു? അത് മാറി. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് നമ്മളൊക്കെ 2010-ൽ നിന്നും 2020-ലേക്ക് എത്തിയ സമയത്ത് നമ്മളൊരു ചെറിയ ഫാമിലി ഫേസ് ചെയ്ത അതല്ലെങ്കിൽ കവർ ചെയ്തു പോന്ന ആ ഒരു എന്താ പറയുക എക്സ്പെൻസിന്റെ ഒരു ചെറിയൊരു ഗ്രാഫ് മാത്രമാണ്. ആ 2020-ൽ നിന്ന് 2026-ലേക്ക് എത്തിയപ്പോൾ അത് 9.5 ലക്ഷം രൂപയിലേക്ക് എന്ത് ചെയ്തു? ആ ഒരു ഫാമിലിയുടെ എക്സ്പെൻസ്, അതായത് നമ്മൾ ദൈനംദിനമായിട്ട് വാങ്ങുന്ന സാധനങ്ങളുടെ വില, പെട്രോൾ പോലെയുള്ള ട്രാൻസ്പോർട്ടേഷന്റെ എക്സ്പെൻസിന്റെ വലിയ രീതിയിലുള്ള എന്താ പറയാ വില കൂടുതൽ കാര്യങ്ങൾ വർഷങ്ങൾക്കനുസരിച്ച് മാറ്റം വരുന്ന ആ ഒരു സംഖ്യ
ഒരു പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് ആളുകൾ തകർന്നു പോകാനും ഒരുപാട് ആളുകൾ മാറി ചിന്തിക്കാനും കാരണമായിട്ടുള്ള ഒരു എമൗണ്ടിന്റെ ഫിഗറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ 2026 9.5 ലക്ഷം രൂപയിലേക്ക് ആ ഒരു ഗ്രാഫ് മാറിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 90,000 രൂപക്കടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്. ഒരു മാസം ആ ഒരു കുടുംബത്തിന് എന്താ പറയാ, വളരെ എന്താ പറയാ, സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ട് ജീവിച്ചു പോകണമെങ്കിൽ കാണേണ്ട ഒരു എമൗണ്ട് 90,000 രൂപക്കടുത്താണ്. ഇനി അത് അടുത്തൊരു 4 വർഷം കഴിഞ്ഞ് 2030 നമുക്ക് ദൈവം ആയുസ്സും ആരോഗ്യം തരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളതിന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, 2030 എന്ന് പറയുന്ന ഒരു വർഷത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടുന്നുണ്ടെങ്കിൽ, ആ 2030 അത് 12.25 ലക്ഷം രൂപക്കടുത്ത് ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ പെർ ഇയർ ആവശ്യമായിട്ട് വരുന്നൊരു എമൗണ്ടാണ്. ഒരു ചെറിയ കുടുംബത്തിന് അവരുടെ ഒരു മാസത്തെ ചെലവ് എത്ര രൂപയിലേക്ക് ഗ്രാഫ് ഉയർന്നിട്ടുള്ളത് ഏകദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ, 12 ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 12,70,000 രൂപ എന്ന് പറയുമ്പോൾ അത് 1,10,000 രൂപക്ക് മുകളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്. 2030 എത്തുമ്പോഴേക്കും ഒരു ചെറിയ കുടുംബത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു മാസം അവരുടെ ചെലവുകൾ മുന്നോട്ട് പോകണമെങ്കിൽ ഫേസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ഗ്രാഫ് അത് 1,10,000 രൂപക്ക് മുകളിലാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു പ്രസന്റേഷൻ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭൂരിഭാഗം ആളുകളും ചിലപ്പോൾ ഇന്ന് 5 മണി വരെ 7 മണി വരെ മറ്റൊരു ജോലി കഴിഞ്ഞ് ഒരു എന്താ പറയുക വീട്ടിലേക്ക് പോകുന്ന വഴിയിലോ അല്ലെങ്കിൽ വീട്ടിലെത്തിയ സമയത്തോ ആയിരിക്കാം. നിങ്ങൾ ഒരു ദിവസം 24 മണിക്കൂർ എന്ന് പറയുന്ന ഒരു ദിവസത്തിലെ മാക്സിമം ടൈമും നിങ്ങൾ ഇപ്പോൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ ഏത് മേഖലയിലാണ്, അതല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമാണോ, അതല്ലെങ്കിൽ മറ്റൊരാളുടെ എന്താ പറയുക നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം മറ്റൊരാൾക്ക് നമ്മൾ പ്ലഡ് ചെയ്ത് കൊടുത്തിട്ട് മാസം സാലറി എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ശമ്പളം എന്ന് പറയുന്ന ഒരു 3 അക്കത്തിലേക്ക് നമ്മൾ ഒതുങ്ങുന്ന അല്ലെങ്കിൽ ആ ഒരു ലെവലിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2030 1,10,000 രൂപക്ക് മുകളിൽ ചെലവ് മാത്രം ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിനുള്ള വരുമാനം നമുക്ക് നിലവിൽ 2030 ആകുമ്പോഴേക്കും പ്രതീക്ഷിക്കാൻ പറ്റും. നിലവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു ദിവസത്തിലെ മണിക്കൂറുകൾ വെച്ച് കാൽക്കുലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റീസും അതല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഡ്രീം പോലെയുള്ള ഒരുപാട് ഡ്രീംസുകളും അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മളൊരു മാസം എത്ര രൂപ വരുമാനം നിർബന്ധമായിട്ട് നേടേണ്ടി വരും. ഇതൊരു ചെറിയൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇത് ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു 14 വർഷം മുന്നേ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് എന്നെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചർ ചാർട്ടാണ്. ഇതിന് എന്താണ് നമ്മുടെ മുന്നിൽ ഒരു സൊല്യൂഷൻ? 2026 അത് ഏകദേശം 1 ലക്ഷം രൂപക്കടുത്താണെങ്കിൽ 4 വർഷം കഴിഞ്ഞാൽ അത് 1,10,000 രൂപക്ക് മുകളിൽ ഉറപ്പായിട്ടും നമ്മൾ കാണേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനുള്ളൊരു കപ്പാസിറ്റി, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കുന്ന നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മളെ മേഖല ഏതാണോ കർമ്മ മേഖല, ആ മേഖലയ്ക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഇനി 10 മണിക്കൂറോ 12 മണിക്കൂറോ 15 മണിക്കൂറോ 20 മണിക്കൂറോ ജോലി ചെയ്താൽ പോലും ആ പറയുന്ന ആ എക്സ്പെൻസിനെ ബീറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മറ്റ് പല കാര്യങ്ങൾക്കും ഉള്ള ഒരു സേവിങ്സ് എന്ന് പറയുന്ന ഒരു മാജിക്കൽ ലെവലിലേക്ക് നമുക്കത് മാറാൻ ആ ഒരു ജോലി നമ്മളെ സഹായിക്കൂ. ഇനി അങ്ങനെ മാറണമെങ്കിൽ നിലവിൽ എന്താണ് നമ്മുടെ സൊല്യൂഷൻ? അത് ജോബാണ്. JOB, ജസ്റ്റ് ഒബേ ദ ബോസ്. അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ഡെഫിനിഷൻ ഒന്നുമില്ല. നമ്മൾ ആരുടെ കീഴിലാണോ ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന് അനുസരിച്ച് പോവുക എന്നുള്ള ആ ഒരൊറ്റ എന്താ പറയുക അറ്റംപ്റ്റ് മാത്രമേ നമുക്ക് അവിടെ ചെയ്യാനുള്ളൂ. അത് മാക്സിമം 24 മണിക്കൂർ നമ്മൾ കൊടുത്താൽ പോലും നമുക്ക് കിട്ടുന്ന ഇൻപുട്ട് എന്താണെന്ന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറെ ഒന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഒരിക്കലെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ നമ്മൾ സമയം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിയും. ഇനി അതല്ല, ബിസിനസ്സാണ്. ജോബ് അല്ലെങ്കിൽ ബിസിനസ്സാണ്. ബിസിനസ്സാണ് എന്ന് പറയുന്ന എത്ര പേര് ഈ കൂട്ടത്തിലുണ്ടെന്ന് എനിക്കറിയില്ല. ഇനി ബിസിനസ് 2 ടൈപ്പ് ബിസിനസ് ഉണ്ടല്ലേ, സെൻട്രലൈസ്ഡ് ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് ഉണ്ട്. എന്താണ് സെൻട്രലൈസ്ഡ് ബിസിനസ്? ഇന്ന് നമ്മൾ നമ്മുടെ നാട്ടിൽ എന്താ പറയുക ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ബിസിനസ് മേഖലകളെല്ലാം മെജോറിറ്റിയും സെൻട്രലൈസ്ഡ് ആണ്. അതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ഓണർ ഉണ്ടാകും, അതിനൊരു അഡ്മിൻ പാനൽ ഉണ്ടാകാം. അവരുടെ പ്രിൻസിപ്പൾസിനനുസരിച്ച് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രാഫ് പോലെ അത് മുന്നോട്ട് പോകുന്ന ഒരു പ്രക്രിയ, അതാണ് സെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ജോലിയിൽ നിന്ന് മാറി ചവിട്ടി അതൊരു ബിസിനസ്സിലേക്ക് മാറി ചിന്തിക്കാൻ എന്താണ് നമുക്കുള്ള തടസ്സം? ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ടല്ലേ, ജോലി ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളായിട്ടല്ല, പക്ഷെ എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എന്താണ് നമ്മുടെ മുന്നിലുള്ള തടസ്സം? ക്യാപിറ്റൽ, ലാക്ക് ഓഫ് ക്യാപിറ്റൽ. അതിനു വേണ്ടി ചെലവാക്കേണ്ട ആവശ്യമായിട്ട് വരുന്ന മൂലധനം നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ് ഭൂരിഭാഗം ആളുകളുടെയും ഏറ്റവും വലിയൊരു പ്രശ്നം. ഇനി അതിനുള്ള ക്യാപിറ്റൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അത് മുടക്കാനുള്ളൊരു കോൺഫിഡൻസ് നമുക്കില്ല. കാരണം പാരമ്പര്യമായിട്ട് എന്താ പറയുക ഹെറിഡിറ്ററി ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അച്ഛനോ
പരമ്പരാഗതമായിട്ട് വലിയ ബിസിനസ്സുകാരൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു മേഖലയിലേക്കുള്ള ഒരു കോൺഫിഡൻസ് ഭൂരിഭാഗം ആളുകൾക്കും ഇല്ല. ഇനി അങ്ങനെ മുടക്കിക്കഴിഞ്ഞാൽ അതിന് ഗ്യാരണ്ടി ഉണ്ടോ? ഒരിക്കലുമില്ല. മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ അതിനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ. 50-50 ചാൻസ് ആണ്. റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറയുന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിലും ക്യാപിറ്റൽ ഉണ്ടെങ്കിലും ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതെ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ അതിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി അടുത്തൊരു ഓപ്ഷൻ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇതിന് മുൻകാലങ്ങളിൽ കച്ചവടം ചെയ്തിട്ടുള്ള പരിചയമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എത്ര രൂപ ഏത് മേഖലയിലും മുടക്കണം എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അതിനെ മെൻറ്റർ ചെയ്യാനുള്ള ഒരു സിസ്റ്റമോ നമുക്കില്ലാത്തതുമാണ് മെജോറിറ്റി ആളുകളും ഈ പറയുന്ന സെൻട്രലൈസ്ഡ് ബിസിനസ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ദിവസം പൂണ് മുളക്കുന്നത് പോലെ മുളക്കുന്നുണ്ടെങ്കിൽ പോലും അതിലേക്കുള്ള തടസ്സം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇത് 4 റീസൺസ് ആണ്. ഇനി ഡീസെൻട്രലൈസ്ഡ് ബിസിനസിന്റെ പ്രത്യേകത എന്താണ്? സേഫ് ക്യാപിറ്റലാണ്. അവിടെ വലിയ രീതിയിലുള്ള ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റോ ഒരു ഹ്യൂജ് ക്യാപിറ്റലോ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഡീസെൻട്രലൈസ്ഡ് ബിസിനസ്സിലേക്ക് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, അൺലിമിറ്റഡ് ഇൻകം ആണ്. അതായത് നമ്മുടെ സമയത്തിന് നമുക്ക് വേണ്ടി ഞാൻ എത്ര രൂപ എനിക്ക് ഉണ്ടാക്കണം എന്ന് എനിക്ക് മാത്രം തീരുമാനിക്കാൻ പറ്റുന്ന ഒരു തേർഡ് പാർട്ടിക്ക് അതിൽ യാതൊരു ആക്സസും ഇല്ലാതെ എൻ്റെ സമയത്തിന് എനിക്ക് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി എനിക്ക് വാങ്ങേണ്ട വരുമാനം വാങ്ങാൻ പറ്റുന്ന അൺലിമിറ്റഡ് ഇൻകം പൊട്ടൻഷ്യൽ ഉള്ളൊരു മേഖല, അതാണ് ഡീസെൻട്രലൈസ്ഡ്. ഇനി അത് മാത്രമല്ല, ലൈഫിൽ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ടൈം ഫ്രീഡം. ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ സമയത്തിന് എനിക്ക് തീരുമാനിച്ച് എൻ്റെ സമയത്തിന് മറ്റൊരാൾ തീരുമാനിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേടില്ലാതെ എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ സമയത്തിന് എനിക്ക് വേണ്ട രീതിയിൽ ചിലവാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു എന്താ പറയുക അതർ ഓപ്ഷനാണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളിനി ഏറ്റവും കൂടുതൽ ഇടപെടാൻ പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കടന്നു വരാൻ പോകുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് മേഖല. സോ സേഫ് ക്യാപിറ്റൽ, അൺലിമിറ്റഡ് ഇൻകം ആൻഡ് ടൈം ഫ്രീഡം. ഇനി നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഒരു മോഡേൺ ടെക്നോളജിയിലാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഈ വരാൻ പോകുന്നത് 20 മിനിറ്റ്സ് കൂടെ നിങ്ങൾ ക്ഷമിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു പ്രസന്റേഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഈ പറയുന്ന ഒരു മോഡേൺ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതല്ലെങ്കിൽ കഴിഞ്ഞൊരു 10 വർഷം മുന്നേ നമ്മളൊരു മോഡേൺ ടെക്നോളജിയുടെ ഭാഗമായിട്ടുണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ഒന്നും വേണ്ട. കോവിഡ് എന്ന് പറയുന്ന ആ ഒരു പാൻഡമിക് സിറ്റുവേഷൻ 2018, 19, 20 കാലഘട്ടങ്ങളിൽ നമ്മൾ അനുഭവിച്ചപ്പോൾ അന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്തു, ഈ പറയുന്ന കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരിക്കുന്ന പല ജില്ലകളിൽ ഇരിക്കുന്ന കേരളത്തിന് പുറത്തു നിന്നുള്ള ആളുകൾ പോലും 9 മണി എന്ന് പറയുന്ന ഒരു സമയത്തിൽ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് 1 രൂപ പോലും എക്സ്പെൻസ് ഇല്ലാതെ ഒരു റൂമിന് പോലും റെന്റ് കൊടുക്കാതെ നമ്മൾ ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ 500ഓളം ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല ജില്ലകളിലുള്ള ആളുകൾ ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു ടെക്നോളജിയെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു കോവിഡിന് ശേഷമാണ്. അതിനു മുന്നേ നമ്മളൊരു ഗ്യാതറിങ്സ് ഒക്കെ മെയിൻ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിരുന്നത് ഏതെങ്കിലും ഒരു ഹോട്ടൽ റൂമിലോ അവർ ഫിക്സ് ചെയ്യുന്ന നമുക്ക് ആവശ്യമുള്ള സമയത്തിന് നമ്മൾ പേയ്മെന്റ് കൊടുത്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഒരുപാട് സമയം നമുക്ക് അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു. പക്ഷെ ഇന്ന് നമ്മളൊരു സൂമിലേക്ക് ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു മോഡേൺ ടെക്നോളജിയുടെ ഭാഗമാണ്. ഇനിയും ഒന്നുകൂടെ ഫെമിലിയർ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയായിരുന്നെങ്കിൽ ഓയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു റൂം പോലും സ്വന്തമായിട്ടൊരു ഹോട്ടൽ പോലും ഇല്ലാതെ ഇന്ന് ഏറ്റവും കൂടുതൽ ഹോട്ടൽസ് ഹോൾഡ് ചെയ്യുന്ന ഓയോ എന്ന് പറയുന്ന ഒരു ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു സാധ്യത അതൊരു ആപ്ലിക്കേഷൻ രൂപത്തിലേക്ക് നമ്മുടെ ലോകത്ത് വന്ന സമയത്ത് നമ്മൾ ആദ്യം അതിനെ എന്ത് ചെയ്തിട്ടില്ല, ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു ഫസ്റ്റ് ഓപ്ഷൻ ഈ പറയുന്ന ഓയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആപ്പുകളായിരിക്കാം. ഇനി നമ്മൾ ആവശ്യമുള്ള നമ്മുടെ ഭക്ഷണങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരുന്നു, കട അടക്കുന്നതിന് മുന്നേ പോയാൽ കിട്ടുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇന്ന് ഏത് സമയത്തും ഏത് ടൗണിൽ പോയി കഴിഞ്ഞാലും സൊമാറ്റോ പോലെയുള്ള സ്വിഗ്ഗി പോലെയുള്ള ആപ്പുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മോഡേൺ ടെക്നോളജിയുടെ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഇരിക്കുന്ന ലൊക്കേഷനിലേക്ക് അത് ആളുകൾ കൊണ്ടുവന്ന് തരുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് വന്ന സമയം നമ്മൾ ഇതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ATM എന്ന് പറയുന്ന ഒരു മെഷീൻ വന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് പൈസ എടുക്കാൻ പേടിയായിരുന്നു. പക്ഷെ അതേ ATM CDM ആയിട്ട് മാറിയപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സിസ്റ്റം വന്നു. അതുകൂടെ വന്നതിന് ശേഷം ആഴ്ചയിൽ 2-3 ദിവസം നിർബന്ധമായിട്ടും ബാങ്കുകളിലേക്ക് പോകാൻ നിർബന്ധിതരായിരുന്നു നമ്മൾ. ഇന്ന് ബാങ്കിൽ പോയിട്ട് എത്ര ദിവസമായിട്ടുണ്ട്? ലാസ്റ്റ് ബാങ്കിൽ പോയത് എന്നാണെന്ന് ഓർമ്മയുള്ള എത്ര പേരുണ്ട്? ഇന്ന് ചിലപ്പോൾ ബാങ്കിൽ പോകേണ്ടി വരിക നമ്മൾ ഡോക്യുമെന്റ് വെച്ച് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേയ്മെന്റ് അടക്കാനായിരിക്കാം. വളരെ റയറായിട്ടാണ് നമ്മളിന്ന് ബാങ്കുകളിലേക്കൊക്കെ എന്ത് ചെയ്യുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഒരുപാട് ടെക്നോളജികൾ ഓൺലൈൻ ആപ്ലിക്കേഷൻസും ഓൺലൈൻ ട്രാൻസാക്ഷൻസും ഒക്കെ വന്നതുകൊണ്ട് നമുക്ക് ഇന്ന് ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഇന്റർനെറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മോഡേൺ ടെക്നോളജിയെ നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് മാറ്റാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്.
ഇനി അതിനുശേഷം ഒരു ടെക്നോളജിക്കൽ റെവല്യൂഷൻ, നമ്മൾ അറിയാതെ പോലും ഇന്ന് ടെക്നോളജിക്കൽ റെവല്യൂഷന്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും ഈ ടെക്നോളജിക്കൽ റെവല്യൂഷന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഉറപ്പായിട്ടും മാറും. അത് പക്ഷേ ഒരു ഗുണഭോക്താവായിട്ടാണോ അതല്ല ഉപഭോക്താവായിട്ടാണോ മാറേണ്ടത് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഇന്റർനെറ്റ് എന്ന് പറയുന്ന റെവല്യൂഷൻ വന്ന സമയത്ത് നമ്മൾ ഒരു മാസം 1 GB ഉപയോഗിച്ചിരുന്ന ആളുകളെ ജിയോ പോലെയുള്ള കമ്പനികൾ, കോർപ്പറേറ്റ് കമ്പനികൾ വന്ന് ഫ്രീ ആയിട്ട് എന്ത് ചെയ്തു, നമ്മളത് ഉപയോഗിക്കാൻ പഠിപ്പിച്ചു. അതിനുശേഷം ഇന്ന് ഒരു ദിവസം 1.5 GB 2 GB പോലും തികയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ അത് കാലഘട്ടം നമ്മളെ പഠിപ്പിച്ചതാണ്. സോ വെബ് 1, അതിൽ നിന്ന് വെബ് 2, അതിൽ നിന്ന് നമ്മൾ അറിയാതെ പോലും ഇന്ന് വെബ് 3യിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നടത്തിയിട്ടുള്ള ഒരുപാട് ട്രാൻസാക്ഷൻസ് വെബ് 3യിലായിരിക്കാം. ഇനി എന്താണ് വെബ് 1? നമുക്കറിയാം, ഇന്റർനെറ്റ് വന്നതിന് ശേഷം, IT റെവല്യൂഷന് ശേഷം, ഇന്റർനെറ്റ് എന്ന് പറയുന്ന വലിയൊരു വിപ്ലവത്തിന് ശേഷം ഇമെയിൽ സംവിധാനം അത് വെബ് 1 കാലഘട്ടത്തിൽ വന്നതാണ്. ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇനി വെബ് 2ലേക്ക് മാറിയപ്പോൾ സോഷ്യൽ മീഡിയ ആപ്പുകൾ പോലെ ഓർക്കുട്ടിൽ നിന്ന് അത് ഫേസ്ബുക്കിലേക്കൊക്കെ എന്ത് ചെയ്തു, നമ്മൾ മാറി. ഇന്ന് ഫേസ്ബുക്കിൽ നിന്ന് അത് ഇൻസ്റ്റഗ്രാമിലേക്കും അതിൽ നിന്ന് അപ്പുറത്തെ ലെവലിലേക്കും നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അറിയാതെ പോലും നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് പോലെ വെബ് 3 വാലറ്റുകൾ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ വാലറ്റുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള സംവിധാനങ്ങളിൽ നിന്ന് ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളായിട്ട് വെബ് 3 ടെക്നോളജിയുടെ ഭാഗമായിട്ട് നമുക്ക് മാറാൻ പറ്റിയിട്ടുണ്ട്. സോ വെബ് 3യിൽ അതല്ലെങ്കിൽ നെക്സ്റ്റ് റെവല്യൂഷന്റെ ഭാഗമായിട്ട് ലോകം ഭരിക്കാൻ പോകുന്ന ഒരു മേഖലയുടെ വക്താക്കളായിട്ടാണ് ഞാനും നിങ്ങളും എന്ത് ചെയ്യുന്നത്, ഇന്ന് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ നിർബന്ധിതരായിട്ടുള്ളത്. നമുക്കറിയാം, ചാറ്റ് GPT വന്നിട്ട് എത്ര കാലമായി? ചാറ്റ് GPT വന്ന സമയത്ത് അത് ഒരുപക്ഷെ ഉപയോഗിക്കാൻ നമ്മൾ ഭൂരിഭാഗം ആളുകൾ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ചാറ്റ് GPT, AI, ജെമിനി പോലെയുള്ള ആപ്പുകളിൽ നമുക്ക് നമ്മളെ വേണ്ട രീതിയിൽ അണിഞ്ഞൊരുക്കാനും വേണ്ട രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യിപ്പിക്കാനും ഒരു ഗ്രാഫിക് ഡിസൈനറുടെ ഹെൽപ്പ് ഇല്ലാതെ ഇന്ന് ചാറ്റ് GPT അല്ലെങ്കിൽ AI, ജെമിനി പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ ആപ്പുകളിലൂടെ നമുക്ക് ഇന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു 5 വർഷം കൊണ്ട് നമ്മുടെ ലോകം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ നാട് ഏറ്റവും കൂടുതൽ കാണാൻ വേണ്ടി പോകുന്നത് തൊഴിലില്ലായ്മ, അതല്ലെങ്കിൽ ഇന്ന് ഈ പറയുന്ന ഗ്രാഫിക് ഡിസൈനിങ് പോലെയുള്ള AI കടന്നു വന്നിട്ടുള്ള ഒരുപാട് മേഖലകളിൽ നിന്ന് ഒരുപാട് ആളുകൾ വർഷങ്ങളോളം പഠിച്ചെടുത്തിട്ടുള്ള അവരുടെ കഴിവുകളും സ്കില്ലുകളും അത് AI പോലെയുള്ള റോബോട്ടിക് ടെക്നോളജികളിലേക്ക് മാറി അവർക്ക് തൊഴിലില്ലാത്തൊരവസ്ഥയിലേക്ക് മാറാൻ വേണ്ടി പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു വലിയ ടെക്നോളജി, ദ നെക്സ്റ്റ് റെവല്യൂഷൻ, ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കാൻ വേണ്ടി പോകുന്നു. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഈസ് ദ ഫ്യൂച്ചർ, ഒരു സംശയവുമില്ല. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ ക്രിപ്റ്റോ കറൻസി, സ്മാർട്ട് കോൺട്രാക്ട്, നേരത്തെ പറഞ്ഞ ഡീസെൻട്രലൈസേഷൻ, 2 ടൈപ്പ് ഓഫ് ബിസിനസ് ഇന്ന് നമ്മുടെ ലോകത്തുണ്ടെങ്കിൽ അതിൽ ഒരു അഡ്മിൻ കൺട്രോൾ ചെയ്യാതെ, ഒരു ഓണറുടെ സഹായം ഇല്ലാതെ അത് ഡിസൈൻ ചെയ്ത് അത് ബ്ലോക്ക് ചെയിനിലേക്ക്, ഓതറൈസ്ഡ് ബ്ലോക്ക് ചെയിനുകളിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ ആ കണക്ട് ചെയ്ത് കൊടുത്ത ആ മോഡ് എന്താണോ ആ മോഡിനനുസരിച്ച് കൊണ്ട് മറ്റൊരു വ്യക്തിക്കും അതിൽ ഒരു തേർഡ് പാർട്ടി ആക്സസ് ഇല്ലാതെ, ഒരു മാനിപ്പുലേഷൻ യാതൊരു സാധ്യതയും ഇല്ലാതെ ഇന്ന് ഏറ്റവും ട്രാൻസ്പെറൻസിയോടുകൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ തേർഡ് പാർട്ടിയുടെ ആവശ്യമില്ലാതെ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് എന്തും ഒരു ഹാഷ് കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്ത് എത്ര വർഷം കഴിഞ്ഞാലും അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡോക്യുമെന്റഡ് ആയിട്ടല്ലാതെ ഒരു എന്താ പറയുക, ഒരു ഡിജിറ്റൽ ലെഡ്ജർ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇന്നും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളൊരു USDT മറ്റൊരാൾക്ക് അത് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു ട്രാൻസാക്ഷനും അതിന്റെ പ്രീവിയസ് ട്രാൻസാക്ഷനും എല്ലാം വളരെ സേഫായിട്ട് ഒരാൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബ്ലോക്കുകളിൽ അത് ഓൾറെഡി എന്താണ് ലെഡ്ജർ ആയിട്ട് മാറിയിട്ടുള്ളത്. സോ ആ ബ്ലോക്ക് ചെയിൻ ഇന്ന് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ കേട്ടിട്ട് എത്ര കാലമായിട്ടുണ്ട്? ആ ക്രിപ്റ്റോ കറൻസി കേട്ട കാലം മുതലേ അല്ലെങ്കിൽ അതിനു മുന്നെയോ ഈ പറയുന്ന ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജി നമ്മുടെ ലോകത്തുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാടുകളിലുണ്ട്. കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് ബ്ലോക്ക് ചെയിൻ്റെ ഒരു ഡെവലപ്മെന്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നമ്മുടെ ഗൂഗിളോ അല്ലെങ്കിൽ നമ്മുടെ ഇന്റർനെറ്റോ ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് പറഞ്ഞു. ഓരോ ക്രിപ്റ്റോ കറൻസിയും അതിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിനുകളിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേൾഡിൽ 2 ടൈപ്പ് ഓഫ് ക്രിപ്റ്റോ കറൻസികളുണ്ട്. അസെറ്റ് കോയിൻസും ഉണ്ട്, അതല്ലെങ്കിൽ സ്റ്റേബിൾ കോയിൻസും ഉണ്ട്. ഇന്ന് നമ്മളിവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്ന, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി, അതിലൂടെ നമ്മൾ ട്രാൻസാക്ഷനിലൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് USDT ആണ്. US ഡോളറുമായിട്ട് റെഗുലേറ്റ് ചെയ്ത് നിൽക്കുന്ന, ഒരു ഡോളറിൽ നിന്ന് ഏകദേശം 102, 103 രൂപയിൽ നിൽക്കുന്ന സ്റ്റേബിൾ കോയിൻ ആയിട്ടുള്ള USDT ആണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാനും നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നതോടുകൂടെ നമുക്ക് തിരിച്ചു കിട്ടുന്ന ട്രാൻസാക്ഷൻ റിവാർഡ് ആയിട്ട് കിട്ടുന്നതും USDT ആണ്. ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോളിഗൺ ബ്ലോക്ക് ചെയിനിലാണ്.
നമുക്കറിയാം 2008 2009 കാലഘട്ടങ്ങളിലാണ് ലോകത്തെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി ബിറ്റ് കോയിൻ വേൾഡിൽ വന്നത്. അതിനുശേഷം അത് എതേറിയം, ഒരു റഷ്യൻ എന്താ പറയാ, ഒരു ക്രിപ്റ്റോ കറൻസി ആയിട്ട് എതേറിയം ബ്ലോക്ക് ചെയിൻ എതേറിയം ക്രിപ്റ്റോ കറൻസി വന്നിട്ടുണ്ടെങ്കിൽ അത് എതേറിയം ബ്ലോക്ക് ചെയിനിലായിരുന്നു. അതിനുശേഷം അത് ട്രോൺ, അതുപോലെ തന്നെ സൊലാന, അതുപോലെ തന്നെ ഇന്ത്യൻ, നമ്മുടെ രാജ്യത്ത് നമുക്ക് വളരെ പ്രൗഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൗഡായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് കുറച്ച് ചെറുപ്പക്കാർ കൂടിയിട്ട് എന്ത് ചെയ്തു, ഒരു ബ്ലോക്ക് ചെയിൻ ഇൻവെന്റ് ചെയ്തു. ആ ബ്ലോക്ക് ചെയിൻ്റെ പേരാണ് പോളിഗൺ. അത് മുന്നേ മാറ്റിക് എന്നറിയപ്പെടുന്ന രീതിയിലായിരുന്നു. ആ പോളിഗൺ ബ്ലോക്ക് ചെയിനിലെ USDT ട്രാൻസാക്ഷനിലൂടെയാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഈ ഒരു പ്രൊജക്റ്റ്, അല്ലെങ്കിൽ നമ്മളിവിടെ കേൾക്കാൻ പോകുന്ന ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകളുടെ കയ്യിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാനും ഒരുപാട് ആളുകളുടെ ലൈഫിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും ഇന്ന് വരെ നമ്മൾ കേൾക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഇടപെടാത്ത വലിയൊരു മേഖലയുടെ ഭാഗമായിട്ട് നമുക്ക് മാറാനും ഒക്കെ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരു ബന്ധുവോ ഏതെങ്കിലും ഒരു അപരിചിതനോ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് വെച്ച് തന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ അറിയാതെ പോലും Web3യുടെ ഭാഗമായിട്ട് നമ്മൾ മാറാൻ സഹായിച്ചതാണ്. 2020 ഞാൻ ഈ ബിസിനസ് കേൾക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ Web3യുടെ ഒരു ഭാഗമായിട്ട് മാറാൻ പോകുന്ന ഒരാളാണെന്നുള്ളത്. പക്ഷെ അന്ന് എൻ്റെ ആവശ്യം, എൻ്റെ നീഡ് അത്രത്തോളം വലുതായത് കൊണ്ട് തന്നെ വരുമാനം മാത്രം ആഗ്രഹിച്ച് ഞാൻ ഇതിലേക്ക് ഇറങ്ങാൻ തയ്യാറായപ്പോൾ, യെസ് എന്ന് പറയുന്ന ഒരു തീരുമാനം ഞാൻ എടുക്കാൻ തയ്യാറായപ്പോൾ, അന്ന് മുതൽ ഓരോ ദിവസവും എനിക്ക് വേണ്ട കാര്യങ്ങൾ പഠിക്കാനും അത് ആ പഠിച്ച കാര്യങ്ങൾ എന്നിലൂടെ വന്ന ഒരുപാട് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും തയ്യാറായപ്പോൾ ഇന്ന് 6.5 വർഷം കൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയും, വളരെ പ്രൗഡായിട്ട് എനിക്ക് പറയാൻ പറ്റും, കോയിൻ ഫോർജ് എന്ന് പറയുന്ന കഴിഞ്ഞ 15 മാസത്തോളമായിട്ട് എംപവർ കമ്മ്യൂണിറ്റി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റെടുത്ത ഈ ഒരു ഓപ്പർച്യൂണിറ്റി 15 മാസം കംപ്ലീറ്റ് ആകുന്ന ഈ ഒരു സമയത്ത് ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരറിയാത്ത അല്ലെങ്കിൽ അവർ ഇതുവരെ കേൾക്കാത്ത ഒരു മേഖലയെ കുറിച്ചിട്ടുള്ള ഒരു ഹെവി എഡ്യൂക്കേഷൻ അവർക്ക് സമ്പാദിച്ചു കൊടുക്കാൻ ഒരു ഭാഗമായിട്ട് മാറാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിലുപരി സാമ്പത്തികമായിട്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ ഒരു മേഖലയിലൂടെ ഒരു ഭാഗമാകാൻ പറ്റി എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുക. സോ എല്ലാവർക്കും കോയിൻ ഫോർജ് എന്ന് പറയുന്ന ദ വേൾഡ് ഓഫ് പോസിബിലിറ്റീസിലേക്ക് ഞാൻ ഒന്നുകൂടെ എന്ത് ചെയ്യണം, വെൽക്കം ചെയ്യണം. എന്താണ് കോയിൻ ഫോർജ്? കോയിൻ ഫോർജ് എന്ന് പറയുന്നത് ഒരു വലിയൊരു എക്കോസിസ്റ്റമാണ്. ഞാൻ പറഞ്ഞു, ബ്ലോക്ക് ചെയിൻ, പോളിഗൺ ബ്ലോക്ക് ചെയിനിൽ USDTയുമായിട്ട് നമുക്ക് എൻ്റർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലൂടെ റിവാർഡായിട്ട് USDT നമുക്ക് വാങ്ങാനും അതിന് തത്തുല്യമായിട്ടുള്ള കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റിന്റെ ഓൺ ടോക്കൺ ബിറ്റ് കോയിൻ, എതേറിയം പോലെയുള്ളതൊക്കെ ഇന്ന് കോയിനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ നമുക്ക് പാരലൽ റിവാർഡായിട്ട് കിട്ടുന്ന കോയിൻ ഫോർജിന്റെ ടോക്കൺ നമുക്ക് നാളുകളിൽ പബ്ലിക് മാർക്കറ്റുകളിൽ ലിസ്റ്റ് ചെയ്ത് കോയിൻ ആകുന്ന സമയത്ത് നമുക്ക് അതിന്റെ വാല്യൂ അനുസരിച്ച് കൊണ്ട് ഒരു ഡിജിറ്റൽ അസറ്റ് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് ഹോൾഡ് ചെയ്യാനും വലിയ രീതിയിലുള്ള അസറ്റായിട്ട് നമുക്ക് സൂക്ഷിക്കാനും പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു വലിയ എക്കോസിസ്റ്റമാണ് കോയിൻ ഫോർജ് എന്ന് പറയുന്നത്. ഇനി കോയിൻ ഫോർജിന്റെ റോഡ് മാപ്പിലേക്ക് പോകാം. കോയിൻ ഫോർജ് 15 മാസമായി സ്റ്റാർട്ട് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ 2025 മാർച്ച് മാസത്തിലാണ് ആദ്യമായിട്ട് കോയിൻ ഫോർജ് എന്ത് ചെയ്യുന്നത്, കിക്ക് ഓഫ് ചെയ്യുന്നത്. അത് ഫോർജ് റേസ് എന്ന് പറയുന്ന ഒരു അഫിലിയേഷൻ സിസ്റ്റത്തിലൂടെ കോയിൻ ഫോർജ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, നേരെ സെക്കൻഡ് ലെവൽ ലോഞ്ച് ഫോർജ് റിവോൾവ് എന്ത് ചെയ്തു, 2025 ഡിസംബർ മാസത്തിൽ എന്ത് ചെയ്തു, ഫോർജ് റിവോൾവ് എന്ന് പറയുന്ന രണ്ടാമത്തെ അഫിലിയേഷൻ പ്രോഗ്രാം എന്ത് ചെയ്തു, ലോഞ്ച് ചെയ്തു. അതിനുശേഷം ജനുവരി 1 മുതൽ അതിലൂടെ ആ ക്രൈറ്റീരിയ അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഫോർജ് റിവോൾവും റേസും കൂടിയിട്ടുള്ള ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയപ്പോൾ റോയൽറ്റി എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ജനുവരി 1 മുതൽ റോഡ് മാപ്പ് അനുസരിച്ചുകൊണ്ട് ആദ്യം അനൗൺസ് ചെയ്ത 3 പ്രോഗ്രാമും ഇന്ന് റണ്ണിങ്ങിലാണ്. ദെൻ നെക്സ്റ്റ് മൈനിങ്ങിലേക്കാണ് പോകുന്നത്. 10 കോടി ടോട്ടൽ ക്വാണ്ടിറ്റിയുള്ള കോയിൻ ഫോർജിന്റെ ടോക്കന്റെ വെറും 15% മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമുക്ക് ഈ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാനും നമ്മളൊരു വ്യക്തിയെ റെഫർ ചെയ്യുന്ന സമയത്ത് അതിലൂടെ നമുക്ക് റിവാർഡായിട്ട് കിട്ടിയിട്ടും നമുക്കിന്ന് ഏകദേശം 1 കോടിയിലധികം സപ്ലൈ കംപ്ലീറ്റ് ആയി. ഇനി ഒരു 50 ലക്ഷത്തിൽ കുറവ് മാത്രം സപ്ലൈ പെൻഡിങ് മാത്രമുള്ള ഈ ഒരു ടോക്കൺ ഡിസ്ട്രിബ്യൂഷനിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഉറപ്പായിട്ടും ഈ ക്വാണ്ടിറ്റി കുറയുന്നതിന് അനുസരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഓൺ ടോക്കൺ, ഈ കോയിൻ ഫോർജിന്റെ ടോക്കൺ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി കുറഞ്ഞ് അതിന്റെ ഡിമാൻഡ് കൂടി ഈ പറയുന്ന രീതിയിലേക്ക് പ്രീ സെയിൽ സ്റ്റാർട്ടിങ് ഒരുപാട് യൂട്ടിലിറ്റി കാര്യങ്ങളോടുകൂടെ ഈ വലിയൊരു എക്കോസിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ടോക്കൺസും നമുക്ക് ഈ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാക്സിമം ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലും അതിനുശേഷം പ്രീ സെയിലിലൂടെ പബ്ലിക്കിനൊക്കെ വാങ്ങാൻ പറ്റുന്ന രീതിയിലും ആവശ്യക്കാർ കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലും നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ പോലും കിട്ടിയിട്ടുള്ള ഈ ഒരു ടോക്കൺ നാളുകളിൽ വാല്യൂ
പബ്ലിക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റുകൾ ചെറുതല്ല. ഈ 15 മാസം മുന്നേ എംപവർ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ എംപവർ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റൊരു കോൺസെപ്റ്റിലൂടെ കിട്ടിയിട്ടുള്ള ഈ ഒരു പ്രീസെയിലിന് മുന്നേ കിട്ടിയിട്ടുള്ള ടോക്കൺസുകളൊക്കെ ഇന്ന് കോയിനുകളായിട്ട് ഓരോ ആളുകളും കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് വിറ്റുകൊണ്ടിരുന്ന അവരുടെ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത് ലൈഫിലെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് കൊണ്ടുപോയതായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലൈഫിൽ ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. സോ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഈ ഫസ്റ്റ് കിക്ക് ഓഫ് പ്രോഗ്രാമിൽ ഫോർജ് റേസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെയാണ് കോയിൻ ഫോർജ് എന്ത് ചെയ്യുന്നത്, ഈ വേൾഡിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളത്. എന്താണ് ഫോർജ് റേസ്? അതിനു മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞു എന്തൊക്കെയാണ് ഈ കോയിൻ ഫോർജിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുക. ഒന്ന്, കോയിൻ ഫോർജിന്റെ ടോക്കൺസ് ആണ്. രണ്ട്, ഏത് വ്യക്തിയെ, ഏത് രാജ്യത്തുള്ള ഏത് സിറ്റിസൺ ആയിട്ടുള്ള ഏത് വ്യക്തിയും റെഫർ ചെയ്യുന്നതിലൂടെ നമുക്ക് റെഫറൽ ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്, USDT റിവാർഡായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ താഴെ ലെവലുകൾ അനുസരിച്ച് ജനറേഷൻ ലെവലിൽ ജനറേഷൻ ഇൻകം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ ഷെയർ ഫോർജ് റേസിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലോകത്ത് എവിടെ ഒരു ബിസിനസ് നടന്നു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഡിവിഡൻഡ് ഗ്ലോബൽ ഷെയർ ആയിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് റോയൽറ്റി ഇൻകം എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാ മാസവും 1-ാം തീയതി റോയൽറ്റി ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ 7 മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഫ്രീ ക്രിപ്റ്റോ എയർ ഡ്രോപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമുക്ക് റിവാർഡായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മുടക്കുന്ന USDT ആണെങ്കിൽ ആ USDTക്ക് തത്തുല്യമായിട്ടുള്ള റിവാർഡുകൾ ഈ പറയുന്ന ടോക്കണുകളായിട്ട് നമുക്ക് കിട്ടി. അത് നാളുകളിലെ കോയിനുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യും, മാറാൻ പറ്റും. ഇനി എന്താണ് ഫോർജ് റേസ്? ഞാൻ പറഞ്ഞു ഇതൊരു ടോക്കണൈസേഷൻ ആണ്. അതല്ലെങ്കിൽ കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ വലിയൊരു പ്രസ്ഥാനം അതിന്റെ ഓൺ ടോക്കൺ ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നമുക്കൊക്കെ ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും ഒക്കെ നമ്മളൊക്കെ ഇതിന്റെ വലിയൊരു ഭാഗ്യം ചെയ്ത ആളുകളായിട്ട് മാറിയിട്ടുണ്ട്. കാരണം കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിൽ അഫിലിയേഷൻ സിസ്റ്റം എന്ന് പറയുന്ന റെഫറൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കും നിങ്ങൾക്കും ഈ പ്രൊജക്റ്റിന്റെ ഭാഗമാകാൻ പറ്റിയത്. ആ അഫിലിയേഷൻ സിസ്റ്റം ഫോർജ് റേസ് എന്ന് പറയുന്ന ആദ്യത്തെ പ്രോഗ്രാമിലൂടെ വെറും $50 നമ്മൾ മുടക്കിക്കൊണ്ട് നമുക്ക് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്ന ആ ഒരു കോൺട്രാക്റ്റിലൂടെ നമുക്ക് സൈനപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് മാറാൻ പറ്റും. ആ $50 നമ്മൾ മുടക്കുന്ന സമയത്ത് അവിടെ 50 ടോക്കണാണ് നമുക്ക് റിവാർഡായി കിട്ടിയിരുന്നത്. അതിനുശേഷം രണ്ടാമത്തെ കോൺട്രാക്ട് $100. അതിനുശേഷം അത് 150 200 250 300 ടോട്ടൽ $1050 6 കോൺട്രാക്റ്റുകൾ ഉള്ള ഒരു പ്രോഗ്രാമാണ് ഫോർജ് റേസ്. ഈ ഫോർജ് റേസിലൂടെ നമുക്ക് ഏത് വ്യക്തികളെ വേണമെങ്കിലും നമ്മൾ ഓപ്പൺ ചെയ്ത അല്ലെങ്കിൽ സൈനപ്പ് ചെയ്ത കോൺട്രാക്റ്റുകളിലൂടെ ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആരെ വേണമെങ്കിലും ഏത് രാജ്യത്തുള്ള ആളുകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അസോസിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ ഓപ്പൺ ചെയ്യുന്ന കോൺട്രാക്റ്റിന്റെ റെഫറൽ ഇൻകം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്പോട്ടിൽ അവിടെ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ നമുക്ക് റിവാർഡായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓൺ ടോക്കണും കിട്ടുന്നുണ്ട്. ഇനി സെക്കൻഡ് തേർഡ് ലെവൽ പോലെയുള്ള ജനറേഷൻ ഇൻകം ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അവിടെ ബെനിഫിറ്റ് ഓൾറെഡി കിട്ടുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കോൺട്രാക്റ്റും 6ാമത്തെ കോൺട്രാക്റ്റും 150 300 ടോട്ടൽ $450 ഒരു സർട്ടൺ പെർസെൻറ്റേജ് ഗ്ലോബൽ പൂളിലേക്ക് നമുക്ക് ശേഷം വരുന്ന ഏതൊരു എൻട്രിയും ഏതൊരു ബിസിനസ്സും നമുക്ക് ഒരു ഡിവിഡൻഡ് കിട്ടുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. ഇനി അതിനുശേഷം മാർച്ചിന് ശേഷം ഒരു 7 മാസം വെയിറ്റ് ചെയ്തിരുന്നു അല്ലെങ്കിൽ ആ 7 മാസത്തെ ഫോർജ് റേസിന്റെ വലിയൊരു യാത്രയിൽ നിന്ന് അല്ലെങ്കിൽ ആ യാത്രയുടെ ഒരു ഇടയിൽ നിന്ന് ഫോർജ് റിവോൾവ് എന്ന് പറയുന്ന സെക്കൻഡ് അഫിലിയേഷൻ പ്രോഗ്രാമും എന്ത് ചെയ്തു, കഴിഞ്ഞ ഡിസംബറിൽ ലോഞ്ച് ചെയ്തു. ഇന്ന് ആ ഫോർജ് റിവോൾവിലൂടെ 24 hours കൊണ്ട് 3 ലക്ഷവും 5 ലക്ഷവും 7 ലക്ഷം രൂപ വരുമാനം വാങ്ങിച്ച കമ്മ്യൂണിറ്റിയിലെ ഒരുപാട് ആളുകളുടെ കമ്മ്യൂണിറ്റിയാണ് എംപവർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് ആളുകൾ ആ ഒരു ബെനിഫിറ്റ് എടുത്തിട്ടുള്ള ആളുകളുമാണ്. ഈ പറയുന്ന ഫോർജ് റിവോൾവിലും ഈ പറയുന്ന കോയിൻ ഫോർജിന്റെ ടോക്കൺ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റിവാർഡായിട്ട് കിട്ടുന്നുണ്ട്. അവിടെ 1:1 ആയിരുന്നെങ്കിൽ ഇവിടെ അതിന് എന്ത് ചെയ്യുന്നുണ്ട്, സർട്ടൺ പെർസെൻറ്റേജ് ആയിട്ട് ഇവിടെ കുറയുന്നുണ്ട്. റെഫറൽ ഇൻകം ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കിവിടെ 80% റെഫറൽ ഇൻകം, 80% നമ്മളിവിടെ റെഫർ ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നമുക്കിവിടെ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. റിവോൾവിംഗ് ബെനിഫിറ്റ് ഫോർജ് റിവോൾവിലെ 2 പ്രോഗ്രാമുകളിലെ റിവോൾവിങ്ങിലൂടെ അത് വീണ്ടും റീസൈക്ലിംഗ് ബെനിഫിറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബെനിഫിറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഫ്രീ ക്രിപ്റ്റോ എയർ ഡ്രോപ്പ് ആയിട്ടും റോയൽറ്റി ഇൻകം ആയിട്ടും സെയിം ആസ് ഫോർജ് റേസ് പോലെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും സ്ലോട്ടും കോൺട്രാക്റ്റുകളും ഒക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരു കുറച്ച് സമയം ഈ ഒരു മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ വരുമാനം കിട്ടും എന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും എൻ്റെ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി ആരാണോ ആ വ്യക്തിയുമായിട്ട് ഒരു 10 മിനിറ്റ്
ഈ മീറ്റിങ്ങിന് ശേഷം നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തുകൊണ്ട് വലിയൊരു സാധ്യതയുള്ള ഒരു ലോകം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തുറന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിപ്പെടും. അതൊരു പക്ഷേ നിങ്ങളിതിനു മുന്നേ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ ഒരു ഉത്തരമായിരിക്കാം. നിങ്ങളുടെ വേണ്ടപ്പെട്ട മാതാപിതാക്കളോ ഭാര്യയോ മക്കളുടെ ഒക്കെ പ്രാർത്ഥനകളുടെ ഉത്തരമായിരിക്കാം. നിങ്ങൾ മുൻകാലങ്ങളിൽ ചെയ്തു വെച്ച ഏതെങ്കിലും നല്ല കാര്യങ്ങളുടെ ഒരു റിസൾട്ട് ആയിരിക്കാം. സോ ഇനി 4G റിവോൾവിലേക്ക് വരാം. നേരത്തെ 4G റേസിൽ 6 കോൺട്രാക്റ്റുകളാണെങ്കിൽ $50 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണെങ്കിൽ 4G റിവോൾവിൽ അത് വെറും $15 മുടക്കിക്കൊണ്ട് നമുക്ക് ആദ്യത്തെ കോൺട്രാക്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ശേഷം $25, അതിനുശേഷം $50, $100, $200, $400, $800, $1500, അങ്ങനെ $3090, 3 ലക്ഷം രൂപക്ക് മുകളിൽ വരുന്ന ഒരു എമൗണ്ട്, അല്ലെങ്കിൽ 3,10,000 രൂപയോളം വരുന്ന ഒരു സംഖ്യ മാക്സിമം നമുക്ക് 8 കോൺട്രാക്റ്റിലൂടെ ഒരുമിച്ച് നമുക്ക് ആക്ടിവേഷൻ ചെയ്യാനും അല്ലെങ്കിൽ സൈനപ്പ് ചെയ്യാനും, അതല്ല $15 ഗ്രാജുവലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനുവലി നമുക്ക് കിട്ടുന്ന വരുമാനത്തിലൂടെ 8ാമത്തെ കോൺട്രാക്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 2 പ്രോഗ്രാമുകളാണ് അഫിലിയേഷൻ പ്രോഗ്രാമുകളിലൂടെ ഇന്ന് 4G റേസ് 4G റിവോൾവ് എന്ന് പറയുന്ന Coin4Gയുടെ 2 അഫിലിയേഷൻ സിസ്റ്റമിന് നമുക്ക് മുന്നിലുള്ളത്. ഏതൊരു വ്യക്തിക്കും മാക്സിമം ഇനി എത്ര പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും $1,050, $3,090, $4,140 മാത്രമാണ് ഒരുമിച്ച് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, വൺ ടൈം ആയിട്ട് ഏതൊരു വ്യക്തിക്കും ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് കോൺട്രാക്റ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി അതിൽ 10 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിലും നമുക്ക് അവിടെ അതിലുണ്ട് കാര്യമില്ല. പക്ഷേ $4,140 നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് 6 കോൺട്രാക്ട് 4G റേസിലും 8 കോൺട്രാക്ട് 4G റിവോൾവിലും നമുക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ നിലവിലുള്ള പ്രസന്റ് സ്മാർട്ട് കോൺട്രാക്റ്റുകൾ കംപ്ലീറ്റ് ലൈവ് ആക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഉറപ്പായും പറ്റും. റെഫർ ചെയ്താൽ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ നമ്മൾ റെഫറൽ പ്രോഗ്രാമിലൂടെ അഫിലിയേറ്റ് ചെയ്താൽ 80% ആണ്. 80% എന്ന് പറയുമ്പോൾ റെഫറൽ ഇൻകമാണ്. അതിലൂടെ റീസൈക്ലിംഗ് പ്രോസസ് ഉണ്ട്. 4G റിവോൾവിൽ ടെർമിനൽ 3, ടെർമിനൽ 14 എന്ന് പറയുന്ന 2 പ്രോഗ്രാമുകളാണ്. ആദ്യത്തെ വ്യക്തിയെ നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് 80% നമുക്കും, രണ്ടാമത്തെ വ്യക്തിയെ റെഫർ ചെയ്യുന്ന സമയത്ത് 80% നമുക്കും, മൂന്നാമത്തെ വ്യക്തിയെ റെഫർ ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ സ്പോൺസർ ആയിട്ടുള്ള വ്യക്തിക്ക് അത് റീസൈക്ലിംഗ് ആയിട്ട് എന്ത് ചെയ്യും, ആ വ്യക്തിക്ക് 80% കിട്ടുകയും നമ്മുടെ റീസൈക്ലിംഗ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത 2 ഇൻകം എലിജിബിലിറ്റിക്ക് നമ്മൾ എന്ത് ചെയ്ത് എലിജിബിൾ ആയി മാറുകയാണ്. ഇനി 4G റിവോൾവിലെ ടെർമിനൽ 14ലേക്ക് മാറുകയാണെങ്കിൽ 14 ഇൻകമാണ് അവിടെ നമുക്കുള്ളത്. ആ 14 ഇൻകം ഈ പറയുന്ന രീതിയിലേക്ക് 30+20 റെഫറൽ പ്രോഗ്രാമും ഫസ്റ്റ് ലെവൽ കമ്മീഷനായിട്ടും അതിനുശേഷം 10% ആയിട്ടും അതിൽ 3 ലെവലുകളിൽ നിന്ന് ജനറേഷനും ഇൻകം ആയിട്ടും 14ാമത്തെ പ്രോഗ്രാമിലൂടെ റീസൈക്കിൾ ആയിക്കൊണ്ട് വീണ്ടും റീബർത്ത് സംഭവിക്കുന്ന പ്രോഗ്രാമാണ് ടെർമിനൽ 14. ഈ 2 പ്രോഗ്രാമും ഞാൻ പറഞ്ഞപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു 2%, 5% പോലും ഒരു പുതിയ വ്യക്തികൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ പോകുന്നത് ഇതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന, നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ട് നിങ്ങളെ വേണ്ടപ്പെട്ട ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഡിസ്കഷനിലൂടെയോ അതുമായി ബന്ധപ്പെട്ട ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടീം ലീഡറുമായിട്ടോ നിങ്ങൾ ഡിസ്കസ് ചെയ്താൽ നിങ്ങൾക്ക് വലിയ എന്താ പറയുക ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയെ ഭാഗമായിട്ട് നിങ്ങൾക്ക് 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറാൻ പറ്റും. നെക്സ്റ്റ് ടെർമിനൽ 3 ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു, ഞാനത് വീണ്ടും എന്ത് പറയുന്നില്ല. ടെർമിനൽ 3 കഴിഞ്ഞ് നമ്മൾ ടെർമിനൽ 14ലേക്ക് പോകുന്ന സമയത്ത് 14 പേയ്മെന്റുകളാണെന്നും പറഞ്ഞു. ഇനി നെക്സ്റ്റ് റോയൽറ്റി ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് റോയൽറ്റി ഡിസ്ട്രിബ്യൂഷൻ? ഞാൻ നേരത്തെ ഒരുപാട് തവണ പറഞ്ഞു, ജനുവരി 1-ാം തീയതി മുതൽ ഇന്ന് ഈ സമയത്ത് Coin4G എന്ന് പറയുന്ന ഈ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ടെക്നിക്കൽ ടീമുമായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ക്രിയേറ്റേഴ്സ് ആയിട്ടും പറഞ്ഞ ഓരോ കാര്യങ്ങളും, റോഡ് മാപ്പിലൂടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇന്ന് വരെ അണുമണി തെറ്റാതെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു പ്രൗഡ് മൊമെന്റിലാണ് ഞാനും നിങ്ങളൊക്കെ ഇരിക്കുന്നത്. അതായത് 4G റേസിലെ 6 കോൺട്രാക്റ്റും 4G റിവോൾവിൽ 8 കോൺട്രാക്റ്റുകളും ഓപ്പൺ ചെയ്ത് ലൈവ് ആക്കിക്കൊണ്ട് നമ്മൾ ഇന്ന് വരെ നമ്മൾ ഇത്ര വർഷം ജീവിച്ചതിൽ നമ്മളെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഇന്ന് കിട്ടുന്ന വരുമാനത്തിൽ തൃപ്തരല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മളെപ്പോലെ ഒരു നീഡഡ് പേഴ്സൺസ് ആയിട്ട് ഒരുപാട് ആളുകളുണ്ട്. എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കയ്യിൽ കിട്ടിയാലേ ലൈഫിൽ ഒരു മാറ്റം വരൂ എന്ന് ഉറപ്പിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. രണ്ടാമതൊരു വരുമാനം നിലവിൽ കിട്ടിയേ ജീവിതം മുന്നോട്ട് പോകൂ എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പറയുന്നത് ഒരു ക്വാളിഫിക്കേഷനും നോക്കാതെ, ഒരു വിദ്യാഭ്യാസ യോഗ്യതയും നോക്കാതെ, പാമരനും പണ്ഡിതനും ഒരുപോലെ ഒരു റെഫറൽ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ലോകത്തുള്ള ഏത് വ്യക്തികളുമായിട്ടും അസോസിയേറ്റ് ചെയ്ത് മാക്സിമം ഈ 14 കോൺട്രാക്റ്റുകൾ $4,140, 4,10,000 രൂപക്ക് മുകളിൽ വരുന്ന ചെറിയൊരു എമൗണ്ട് മാക്സിമം വൺ ടൈം ആയിട്ടോ അല്ലെങ്കിൽ ഗ്രാജുവലി കംപ്ലീറ്റ് ചെയ്തിട്ടോ
നമുക്ക് വേണ്ടപ്പെട്ട ഒരു 5 വ്യക്തികളെ ഗ്രാജുവലി ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മുടെ റെഫറൽ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് 5 വ്യക്തികളെ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റോയൽറ്റിയുടെ ആദ്യത്തെ ബെനിഫിറ്റ് മേടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുകയാണ്. എല്ലാ മാസവും 1-ാം തീയതി പയനീർ എന്ന് പറയുന്ന 20% ഓഫ് ബെനിഫിറ്റ് റോയൽറ്റി ഡിസ്ട്രിബ്യൂഷൻ വാങ്ങുന്ന എലിജിബിൾ പേഴ്സൺ ആയിട്ട് നമ്മൾ മാറുകയാണ്. ജനുവരി 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് ഫെബ്രുവരി 1-ാം തീയതി രണ്ടാമത്തെ റോയൽറ്റി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഈ പറയുന്ന 7 റോയൽറ്റി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ 6 മാസം കൊണ്ട് ഈ പറയുന്ന $4,140 ഇൻവെസ്റ്റ് ചെയ്ത് ഈ ഒരു പ്രോഗ്രാമിന്റെ 14 കോൺട്രാക്റ്റുകളും ലൈവാക്കി 5 വേണ്ടപ്പെട്ട വ്യക്തികളെ അവരുടെ റെഫറൽ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് അവരെ അസോസിയേറ്റ് ചെയ്യിപ്പിച്ച് ഈ ഒരു അവസരം അവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, വാങ്ങിക്കൊടുത്ത് ഈ പറയുന്ന ഓൺ ടോക്കൺ റിവാർഡായിട്ട് കിട്ടുന്ന കോയിൻ ഫോർജിന്റെ ടോക്കണും അവരുടെ കയ്യിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്ത് കൊടുത്ത് ഒരു ഡിജിറ്റൽ അസറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ഒരു 5 പേരെ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഈ കഴിഞ്ഞ 6 മാസം കൊണ്ട് 72,000 രൂപക്ക് മുകളിൽ റോയൽറ്റി ഡിസ്ട്രിബ്യൂഷൻ മാത്രം വാങ്ങുന്ന 28-29 ആളുകളെ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ മാത്രം റോയൽറ്റി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് മാറ്റിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കോയിൻ ഫോർജ്. അത് മാത്രമല്ല, അതിലുപരി അതിനെ ഏറ്റവും വേണ്ട രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്ത് അവരെ ഈ പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ എലിജിബിൾ പേഴ്സൺ ആയിട്ട് മാറ്റിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക്. ആ കമ്മ്യൂണിറ്റിയുടെ പേരാണ് എംപവർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എംപവർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി. ഒരു ദിവസം ആരംഭിക്കുന്നത് 7 മണി മുതൽ 8 മണി വരെ ഓരോ വ്യക്തികളുടെയും എഡ്യൂക്കേഷൻ, അവർക്ക് കിട്ടിയിട്ടുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളും 400-450 ആളുകൾക്ക് അത് ഡെയിലി 7 മണി മുതൽ മുടങ്ങാതെ കഴിഞ്ഞ ഏകദേശം 3000-ലധികം ദിവസം മുടങ്ങാതെ ഇത്രയും അധികം ആളുകൾക്ക് എന്നും 7 മണിക്ക് ഒരു മോർണിംഗ് മീറ്റ് ആയിക്കൊണ്ട് എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി. അതുപോലെ തന്നെ രാത്രികളിൽ 9 മണി 8 മണി സമയത്ത് മലയാളം, തമിഴ് പോലെയുള്ള ഭാഷകളിൽ എന്താണ് ഈ ഒരു പ്രസന്റേഷൻ എന്ന് പല വ്യക്തികൾ എലിജിബിൾ ആയിട്ട് പല ഓതറൈസ്ഡ് ആയിട്ടുള്ള ടീം ലീഡേഴ്സും അവരുടെ ടീം മെമ്പേഴ്സിനും ലോകത്തുള്ള പല ആളുകൾക്കും ഈ പറയുന്ന ഒരു പ്രസന്റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന BBS പോലെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ, RTP പോലെയുള്ള ഒരു ലക്ഷറി ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ലീഡർഷിപ്പിലേക്ക് ഒരു സാധാരണക്കാരൻ അസാധാരണ രീതിയിലേക്ക് എത്തിക്കുന്ന LTP പ്രോഗ്രാമുകൾ. ഇനി ഏതൊരു വ്യക്തിയും ഈ ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇനി 14 കോൺട്രാക്റ്റുകളും 8 കോൺട്രാക്റ്റുകളും ഒക്കെ മാറ്റി നിർത്തിയാൽ പോലും വെറും 4 കോൺട്രാക്റ്റുകളിലൂടെ 3 വ്യക്തികളെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് റൈസിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ആദ്യത്തെ റാങ്കിലേക്ക് 28,000-29,000 രൂപ വരുമാനം വാങ്ങുകയും ആ 3 വ്യക്തികളെ റൈസിംഗ് സ്റ്റാർ ആക്കി മാറ്റി ഒരു ഗോൾഡൻ സ്റ്റാറിലേക്ക് 1 ലക്ഷം രൂപക്കധികം വരുമാനം വാങ്ങുകയും അതിന് ഒരു സ്ലോട്ട് അപ്ഗ്രേഡേഷൻ ചെയ്ത് ആ വ്യക്തിയും ആ അപ്ലൈനും കൂടെ ഓരോ സ്ലോട്ട് അപ്ഗ്രേഡ് ചെയ്ത് 5-ൽ നിന്ന് 6-ലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഗോൾഡൻ സമ്മിറ്റ് പോലെയുള്ള ബാംഗ്ലൂർ ഇവന്റ് പങ്കെടുക്കാനും ഈ വരുന്ന 30-ാം തീയതിക്കുള്ളിൽ $7,000 ഒരു ബിസിനസ് ഡയറക്ട് റെഫറൽ വരുന്ന ഒരു 16 ദിവസം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന 2-2.5 മാസം കൊണ്ട് ദുബായിൽ വെച്ച് നടക്കുന്ന കമ്പനിയുടെ ആദ്യത്തെ ഒരു ഒഫീഷ്യൽ ഈവന്റ് പങ്കെടുക്കാൻ ദുബായിലേക്ക് ഒരു ഒരു അച്ചീവറായിട്ട് പറക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുള്ള ഒരു കമ്മ്യൂണിറ്റി. നിലവിൽ ഒരു 5 പേരെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് 20% വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ 5 പേർക്കും 20% പയനീർ റാങ്കിലേക്ക് റോയൽറ്റി എലിജിബിലിറ്റി വാങ്ങിക്കൊടുത്താൽ 30% ആയിട്ട് വിഷണറി ആയിട്ട് നമ്മൾ മാറുകയാണ്. ആ 5 പേരും 30% ആയിട്ടുള്ള ഒരു എലിജിബിലിറ്റിയിലേക്ക് മാറുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി 50% മാറുകയാണ്. ഇന്ന് വരെ ഓരോ മാസവും $105, $106 പോലെയുള്ള 14 രൂപക്ക് മുകളിൽ എല്ലാ മാസവും 1-ാം തീയതി ഒരു പെൻഷൻ പോലെ, ഒരു സാലറി പോലെ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കയ്യിലേക്ക് റോയൽറ്റി ഡിസ്ട്രിബ്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനും നിങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കുന്നത്. സോ ഫോർജ് റിവോൾവ് എന്ന് പറയുന്നത് ഒരു അൺലിമിറ്റഡ് ഏർണിങ്സ് ഇൻ മോഷൻ, അതായത് വലിയൊരു എക്കോസിസ്റ്റത്തിന്റെ 2ാമത്തെ അഫിലിയേഷൻ പ്രോഗ്രാമിൽ നിന്ന് റോയൽറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു 3ാമത്തെ റോഡ് മാപ്പിലെ പ്രോഗ്രാമിൽ കവർ ചെയ്തുകൊണ്ട് ഇനി എയർ ഡ്രോപ്പ് പോലെയുള്ള പല കാര്യങ്ങളിലേക്കും യൂട്ടിലിറ്റി ഒരുപാട് കാര്യങ്ങളിലേക്കുള്ള 1 by 1 ആയിട്ട് ഓരോ സർട്ടൺ ടൈമും അല്ലെങ്കിൽ ഓരോ ക്വാർട്ടർലി പീരീഡും ഹാഫ് ഇയർലി പീരീഡും കഴിയുന്ന സമയത്ത് നമ്മൾ ഇന്ന് നിൽക്കുന്ന ഒരു പ്രോഗ്രാമിൽ നിന്ന് അടുത്ത പ്രോഗ്രാമിലേക്ക് ഒരു എക്കോസിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ലോകത്ത് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന, വലിയ മാറ്റത്തിന്റെ ഒരു തിരികൊളുത്താൻ പോകുന്ന, ഇന്ന് 95% ആളുകളുടെ കയ്യിലും കിട്ടാത്ത, കേൾക്കാത്ത, വെറും 5% താഴെ മാത്രം ആളുകളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ആ ഒരു വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരുപാട് ആളുകളുടെ, വളരെ റയർ ആയിട്ടുള്ള ആളുകളുടെ കൂടെ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന, കാലത്തിന് മുന്നേ സഞ്ചരിച്ച വ്യക്തികളുടെ കൂട്ടത്തിലേക്ക് മാറാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരുപാട് ആളുകളിൽ കുറച്ച് ആളുകൾ മാത്രമാണ് നമ്മളെല്ലാവരും. ഒരൊറ്റ കാര്യം ഞാൻ വീണ്ടും പറഞ്ഞുതരാം. കഴിഞ്ഞ 5 വർഷം നമ്മൾ എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന്, എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് നമ്മൾ കേട്ടിട്ടില്ല. 2009 വെറും 30 പൈസ മാത്രം ഉണ്ടായിരുന്ന ആദ്യത്തെ ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ്കോയിൻ. അത് 2010-ലും 2015-ലും എത്തിയപ്പോഴും അത് 100 രൂപയും 1000 രൂപയും 10,000 രൂപയിലേക്ക് എത്തിയപ്പോൾ ആരും അതിന് കാര്യമായിട്ട് വില കൊടുത്തില്ല. അത് കാണാനോ തൊടാനോ പറ്റാത്ത
ഒരു കോയിൻ, നമ്മൾ കണ്ട കോയിനും നമ്മൾ കേട്ട കോയിനൊക്കെ തൊടാനും കാണാനും ഒക്കെ പറ്റുന്ന കോയിനായിരുന്നു. പക്ഷെ ഇതൊരു ഡിജിറ്റൽ അസറ്റ് ആയതുകൊണ്ട് നമ്മളതിനെ കളിയാക്കിയ ആളുകളുണ്ട്, നമ്മളതിനെ കയ്യിൽ കിട്ടിയിട്ടുള്ള ആ ബിറ്റ് കോയിനെ തിരിച്ചേൽപ്പിച്ച ആളുകളുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിൽ വാല്യൂ കൊടുക്കാത്തത് കൊണ്ട് ഇന്ന് കരഞ്ഞാൽ കണ്ണിരുന്ന് കണ്ണുനീരിന് പകരം ചോര വരുന്ന രീതിയിലേക്കുള്ള ആളുകളുമുണ്ട്. പക്ഷേ ഇന്നൊരു ബിറ്റ് കോയിന്റെ വില 60 ലക്ഷം രൂപക്ക് മുകളിലാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. 2010-ലോ 2015-ലോ നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു 10 ബിറ്റ് കോയിൻ നിങ്ങളുടെ കയ്യിൽ വാങ്ങാമായിരുന്നു. അത് സൂക്ഷിച്ചു വെച്ച് ഇന്ന് നിങ്ങൾ വിൽക്കുന്ന ഒരാളായിട്ട് മാറുകയാണെങ്കിൽ 60,000 രൂപ അല്ലെങ്കിൽ 60 ലക്ഷം രൂപ വാല്യൂ വരുന്ന ഒരു ബിറ്റ് കോയിന്റെ ആ ബിറ്റ് കോയിന്റെ വാല്യൂ ഇന്നൊരു 10 ബിറ്റ് കോയിൻ കയ്യിലുണ്ടെങ്കിൽ അത് 6 കോടി രൂപക്ക് മുകളിലുള്ള വാല്യൂ വന്നു വരുന്നു. വെറും 1,200 രൂപയിൽ 2010-ലും 2018-ലും ഒക്കെ വിലയുണ്ടായിരുന്ന എത്തേറിയം ഇന്ന് 2 ലക്ഷം രൂപക്ക് അടുത്തുണ്ട്. 2010-ൽ 20,000 രൂപ വിലയുണ്ടായിരുന്ന സ്വർണം, ഗോൾഡ് എന്ന് പറയുന്ന ആ ഒരു എല്ലാവരുടെയും അട്രാക്റ്റീവ് ആയിട്ട് ആ ഒരു ഫാക്ടറി ഇന്ന് 1 ലക്ഷം രൂപ പവനായിട്ടുള്ളൂ. 10 വർഷം മുന്നേ നമ്മൾ താമസിക്കുന്ന വീട്, ഒരു സെന്റ് സ്ഥലത്തിന് എത്രയായിരുന്നു വാല്യൂ? അതൊക്കെ ഒരു 16 വർഷത്തിന് ശേഷം ഇന്ന് എത്ര രൂപയാണ് ഒരു സെന്റ് സ്ഥലത്തിന് വാല്യൂ? അല്ലെങ്കിൽ 10 വർഷം 15 വർഷം മുന്നേ ഒരു ബിറ്റ് കോയിന്റെ വാല്യൂ എത്രയായിരുന്നു? ഞാൻ പറയുന്നത് റിയൽ എസ്റ്റേറ്റ് അല്ല, ഗോൾഡ് അല്ല, ഇന്ന് ലോകത്ത് നിലവിലുള്ള എന്ത് അസറ്റായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഡിജിറ്റൽ അസറ്റ് അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വെബ് 3യുടെ ഭാഗമായിട്ട് മാറിയ ഈ ലോകത്ത് ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി ആണ് ബിറ്റ് കോയിൻ എങ്കിൽ ഇന്ന് ലീഗലി ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് എക്സ്ചേഞ്ചസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു സമയത്താണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറഞ്ഞുതരാം, നിങ്ങളെ ഈ ഒരു മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തി ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു 45 മിനിറ്റ്സ് നിങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചിട്ടാണോ അല്ലെങ്കിൽ എന്ത് ഇന്റൻഷന്റെ പുറത്താണോ നിങ്ങൾ ഇവിടെ വന്നിരുന്നത് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ഈ കേട്ട 45 മിനിറ്റ്സിൽ ഒരു പ്രസന്റേഷൻ, എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഞാൻ പഠിച്ച ഈ ഒരു പ്രസന്റേഷന്റെ ഒരുപാട് അപാകതകളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കറിയുന്ന രീതിയിൽ എൻ്റെ കോൺഫിഡൻസ് പോലെ അത് ഷെയർ ചെയ്ത് തരാൻ എനിക്ക് പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ട എൻ്റെ ശബ്ദത്തിലൂടെ കേട്ട എന്താണ് കോയിൻ ഫോർജ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു മേഖലയുടെ ഇമ്പോർട്ടൻസ് എന്ന് നിങ്ങൾ ഒരു 45 മിനിറ്റ് മുടക്കിയിട്ടെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ 24 മണിക്കൂർ എന്ന് പറയുന്ന ഒരു ദിവസത്തിലത്തെ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സമയമായിട്ട് നിങ്ങൾക്കിത് നാളെ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ട് എന്ത് ചെയ്യും? ജൂലൈ മാസം 13-ാം തീയതി എന്ന് പറയുന്ന ഒരു ഡേറ്റിൽ രാത്രി 9 മണിക്ക് അൽ അമീൻ എന്ന് പറയുന്ന ഞാനും ഷൈജി ടീച്ചർ എന്ന് പറയുന്ന മാഡവും MC എടുത്ത് എൻ്റെ ശേഷം ഇന്ന് എംപവറിലൂടെ ഒരു ഡിഗ്രിയും ഗ്രാജുവേഷനും ഇല്ലാതെ കഴിഞ്ഞ ഒരു 3-4 വർഷത്തോളമായിട്ട് എംപവറിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ സ്റ്റാർട്ട് ചെയ്ത, എംപവറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത, ഒരു ഗ്രാജുവേഷനും ഇല്ലാതെ, ഒരു വലിയ വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലാതെ, ഒരു വൈറ്റ് കോളർ ക്വാളിഫിക്കേഷൻ ഒന്നും അവകാശപ്പെടാനില്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ടുള്ള കൂടപ്പുറപ്പുകളും സ്വന്തക്കാരും ബന്ധക്കാരും അയൽവാസികളും നാട്ടുകാരും അറിയുന്ന ആളുകളൊക്കെയും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്ന സമയത്ത് കളിയാക്കലുകളും അവഗണനകളും പുച്ഛിക്കലും മാത്രം കൊടുത്ത് അതിനൊക്കെ തരണം ചെയ്ത് ആ പ്രതിസന്ധികളെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ആ ഒരു 3 വർഷം മുന്നേ എന്ത് സ്വപ്നം കണ്ടിട്ടാണോ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്, സ്വന്തം ഭർത്താവിന്റെ ഒരു ബിസിനസ് എല്ലാം ഫ്ലോപ്പ് ആയിക്കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ 3 പെൺകുട്ടികളുമായിട്ട് ജീവിതം മുന്നോട്ട് പോകണമെന്ന് എങ്ങനെ അറിയാതെ, ഒരു കൂടപ്പറപ്പുകളുടെ സഹായവും ഇല്ലാതെ, ഒരാൾ പോലും സഹായിക്കാനില്ലാതെ ആ 3 ചിറക് വെച്ച കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ ഒരു വാടക വീട്ടിൽ താമസം ആരംഭിച്ച് സ്വപ്നം കണ്ട ആ ഒരു വീട് ഇന്ന് 15 മാസത്തെ കോയിൻ ഫോർജിലുള്ള വരുമാനത്തിലൂടെ ഇന്ന് ഒരു 39 വയസ്സുകാരി നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനോളം വലിയൊരു അച്ചീവ്മെന്റ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ 464 പേരുണ്ട്. ഇത്രയും ആളുകൾക്ക് എനിക്കിന്ന് കാണിച്ചു തരാനില്ല. സോ ആ ഒരു സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല. എന്നെ ഏൽപ്പിച്ച എൻ്റെ കർത്തവ്യം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മുഴുവനാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഏതെങ്കിലും വാക്കുകൾ നിങ്ങളെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ശേഷം വരുന്ന തഫ്സീന മാഡത്തിന്റെ ഒരു 5 മിനിറ്റ് എക്സ്പീരിയൻസ് ഷെയറിങ്ങിന് ശേഷം നിങ്ങളുടെ ആ വേണ്ടപ്പെട്ട വ്യക്തിയുമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് യെസ് എന്നാണോ നോ എന്നാണോ എന്ന 2 തീരുമാനം ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ എടുത്ത് യെസ് ആണെങ്കിൽ നിങ്ങളുടെ കൂടെ 80,000-ത്തിലധികം ആളുകളെ വാർത്തെടുത്തിട്ടുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റി അടുത്ത 5 വർഷം കൊണ്ട് നമ്മുടെ നാടും നഗരവും ചർച്ച ചെയ്യാൻ പോകുന്ന എംപവർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. ഒരു ഉറുമ്പിനും ഒരു നരിക്കും വിട്ടുകൊടുക്കാതെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്ത് മുടക്കിയ പണം എത്രയാണോ അതിനപ്പുറത്തേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ മാറ്റിയെടുക്കാൻ എംപവർ ഇവിടെ ഉണ്ട്. അതല്ല നോ ആണെങ്കിൽ
നിങ്ങൾ അടുത്തൊരു അവസരം 1 മിനിറ്റ് പോലും പാഴാക്കാതെ ഉറങ്ങുന്നതിന് മുന്നേ കണ്ടെത്തി നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള ടൈം എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകളായിട്ട് മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇറ്റ്സ് മീ അമീൻ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ക്യാപ്റ്റൻ, താങ്ക് യു സോ മച്ച്. വളരെ നല്ല രീതിയിൽ അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് കോയിൻഫോജ് ബിസിനസ് എന്ന് നമുക്ക് പറഞ്ഞു തന്നു അല്ലെ. ഇതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ട് ഇനി നമുക്ക് തരാനില്ല. അത്രയും ഡീറ്റെയിൽ ആയിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഒരു പ്രോഗ്രാം നമ്മൾ പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന്റെ A to Z എന്താ പറയാ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും അറിയാതെ പോലും ഈ ഒരു പ്രോഗ്രാം നെഞ്ചോട് ചേർത്തിട്ട് ഒരു കുടുംബത്തിന് അത്താണിയായിട്ട് എന്റെ ലൈഫ് ഫുള്ളായിട്ട് ഈ ഒരു കോൺഫോജിൽ മാത്രം ഡെഡിക്കേഷൻ കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു ലേഡി ടൈക്കൺ ഉണ്ട് എംപവർ ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ. ആ ഒരു വ്യക്തിത്വത്തെ ഞാൻ ഇവിടെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ ഫൗണ്ടർ പരിചയപ്പെടുത്തി എന്താണ് ആ വ്യക്തിത്വം എന്നുള്ളത് അല്ലെ. വളരെ ചുരുങ്ങിയ മാസങ്ങളും വർഷങ്ങളും കൊണ്ട് തന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു എന്താ പറയാ പ്ലസ് പോയിന്റിൽ നിൽക്കുന്ന ഒരു ടൈമാണ്. ആ ഒരു വ്യക്തിയെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്. സർ പരിചയപ്പെടുത്തിയ പോലെ അദ്ദേഹത്തിന്റെ പേര് തഫ്സീന ഫവാസ് എന്നാണ്. ആ ഒരു മാമിനെ ഞാൻ ഈ ഒരു സൂമിലേക്ക് വെൽക്കം ചെയ്യാണ്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസോട് കൂടി നമുക്ക് ഈ പ്രോഗ്രാമിലെ എല്ലാ ബ്യൂട്ടിയും നമുക്ക് തിരിച്ചറിയാം. സോ വെൽക്കം തഫ്സീന മാം. ഓക്കെ മാം, താങ്ക് യു. എന്താണെങ്കിലും ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു അവസരം കിട്ടിയതില് എങ്ങനെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് ഇവിടെ ആ ഒരു കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ മുൻകത്തിലേക്കാണ് ഞാൻ കടന്നു പോയിട്ടുള്ളത്. കാരണം എൻ്റെ മുന്നിലേക്ക് ഇതുപോലെ ഒരു സൂമിൽ കൂടി ആയിരുന്നു എംപവർ അക്കാദമി എൻ്റെ മുന്നിലേക്ക് അന്ന് എത്തിയിട്ടുള്ളത്. എത്തിയെന്ന സമയത്ത് അമീൻക പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു 10ാം ക്ലാസ്സുകാരി, ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല, 10ാം ക്ലാസ് എഡ്യൂക്കേറ്റഡ് ആണ് ഞാൻ. എനിക്ക് ഉള്ളത് ആകെയുള്ള ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്, ആകെയുള്ള എഡ്യൂക്കേറ്റഡ്. എൻ്റെ 3 പെൺമക്കളെ എങ്ങനെ എനിക്കെങ്കിലും നോക്കണം. ഹസ്ബൻഡിന് ജോലി നഷ്ടപ്പെട്ട ഒരു ടൈമായിരുന്നു. 2020 കോവിഡ്. ആ സമയത്ത് ജോലി പോയി ഏകദേശം 10-25 ലക്ഷം രൂപ ലാബിലിറ്റിയോടെ വന്ന ഞാൻ 2023 എംപവറിൽ കയറി വരുമ്പോൾ എനിക്കൊരു ബ്ലോക്ക് ചെയിനോ സ്മാർട്ട് കോൺട്രാക്റ്റോ ക്രിപ്റ്റോ കറൻസിയോ ഡീസെൻട്രലൈസേഷനോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇതുപോലത്തെ സൂമുകൾ ഞാൻ കേട്ടു, പക്ഷെ എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല. എൻ്റെ മൈൻഡിൽ ഒറ്റൊരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഒരാളെയും പറ്റിക്കാണ്ട് നാളെ ഒരാളും ഞാൻ ബിസിനസ് ചെയ്തത് കൊണ്ട് എൻ്റെ മാഡം ഒരു ഡിസ്കണക്ട് ആയിരുന്നു. കണ്ടിന്യൂ ചെയ്തോ. സംതിങ് ടെക്നിക്കൽ ഇഷ്യൂ ആണ്. കേരളത്തിന്റെ എല്ലാ ഭാഗത്തും കറണ്ട് പോകുന്ന ഒരു പ്രോബ്ലം നടക്കുന്നുണ്ട്. അപ്പൊ അവിടെയും പോയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും നമ്മുടെ വാക്കുകൾ തിരിച്ചു വരുമോന്ന് എനിക്കറിയില്ല, കാരണം വൈഫൈ കട്ടായിട്ടുള്ളത്, അതുകൊണ്ടായിരിക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കിട്ടൂലേ, ഒരു 1-2 സെക്കൻഡ് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും കേൾക്കാനുള്ളത് അതിഗംഭീരമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതൊരിക്കലും കഥകളല്ല അല്ലെ, എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ അറിയണം. കാരണം ലൈഫിൽ അത്രയും സ്ട്രഗ്ലിംഗ് അനുഭവിക്കുന്ന ഒരു പീരീഡിലാണ് ആളുടെ കയ്യിൽ ഈ ഒരു പ്രോഗ്രാം കിട്ടിയത്. അതുകൊണ്ട് തന്നെ അത് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ട് ഇന്നിപ്പം ഒരു കുടുംബത്തിന് ഒരു വീട്ടിലേക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. സ്വന്തമായിട്ടൊരു അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കോൺഫോജിലൂടെ. അതായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഭാഗ്യമില്ല കേൾക്കാൻ വേണ്ടി. കറണ്ട് നമ്മളെ ചതിച്ചു. അങ്ങനെയാണല്ലോ, എല്ലാ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ എന്തുണ്ടാവും, അവിടെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവും. ഇന്ന് ആ തടസ്സത്തിന്റെ രൂപത്തിലെത്തിയത് കറണ്ട് കട്ടാണ്. കാരണം ഇവിടെ ഇപ്പം കറണ്ട് ഇല്ലാത്തൊരു പ്രോബ്ലം ഉണ്ട്. സോ ആള് തിരിച്ചു വരുമോന്ന് എനിക്കറിയില്ല. ഇതിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ടുണ്ട് ആള് ഓൾറെഡി. എനിവേ എന്താ ചെയ്യേണ്ടത്, വൈൻഡിപ്പിംഗ് സെഷനിലേക്ക് പോവാണോ വേണ്ടേ? ഓക്കെ, താങ്ക് യു. എനിവേ മാം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മാമിന് ഫുള്ളാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാനത് ജസ്റ്റ് കവർ ചെയ്ത് പിടിക്കുകയാണ്. വേറൊന്നുമല്ല, ഈ ഒരു പ്രോഗ്രാം നെഞ്ചോട് ചേർത്ത് തന്റെ കുടുംബവും വീടും ആൾക്കാരും ഒന്നും നോക്കാതിരുന്ന സമയത്ത് എല്ലാവരും കൂടി നമ്മുടെ സാറ് പറഞ്ഞ പോലെ തരം താഴ്ത്തി ഒറ്റപ്പെടുത്തിയപ്പോ കോൺഫോജ് എന്ന ബിസിനസ്സും അതിനെ ഏറ്റെടുത്ത് കൊടുത്ത എംപവർ എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിലും മാത്രം വിശ്വസിച്ചിട്ട് തന്റെ ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് അവർക്ക് ഒരു അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയൊരു വീട് ആൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു കോൺഫോജ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ. അത് അദ്ദേഹത്തിന്റെ ഈ ഒരു ബിസിനസ്സിലൂടെ അദ്ദേഹം കാണിച്ച ആ ഒരു എന്താ പറയുക ട്രസ്റ്റ് ആണ്. കാരണം ബിസിനസ് എന്ന ആള് ആദ്യം പറഞ്ഞിട്ടായിരുന്നു 10ാം ക്ലാസ് ആണ് എന്നുള്ളത്. ആ 10ാം ക്ലാസ്സുകാരിയായ വ്യക്തിക്ക് ഇതിന്റെ ടെക്നിക്കൽ വശമോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. പക്ഷെ പ്ലാൻ കേട്ടപ്പോൾ ഒന്നും മാത്രം മനസ്സിലായിട്ടുണ്ടായിരുന്നു,
ലൈഫിൽ രക്ഷപ്പെടാൻ പറ്റും. ഫിനാൻഷ്യലി സ്ട്രഗ്ലിംഗ് അനുഭവിക്കുന്ന ഈ ഒരു പീരീഡിൽ അത് ഏറ്റെടുത്ത് പോയാൽ എന്റെ ലൈഫും എന്റെ 3 മക്കളുടെയും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഏറ്റെടുത്തു. വിത്തിൻ 1 വർഷം 1.5 വർഷം കൊണ്ട് ആളിപ്പം സ്വന്തമായിട്ട് ഒരു അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തു, ഒരു വീട് ഉണ്ടാക്കി. ഓക്കെ, ആൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആളിലേക്ക് തന്നെ പോവാണ്. ഒരു 1-2 സെക്കൻഡ് നമുക്ക് ആളുടെ വാക്കുകളിലേക്ക് എത്താം. ഓക്കെ ഓക്കെ, ഓവർ ടു യു മാം. ഓക്കെ, സോറി, ഇടയ്ക്ക് കറണ്ട് പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ മാം പറഞ്ഞതുപോലെ ഞാൻ മാം പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് വൈസാൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഏതൊരു നല്ല കാര്യങ്ങൾ വരുന്ന സമയത്തും ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കാൻ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളെ ലൈഫിൽ പടച്ചോന് ഈ ഒരു നല്ല അവസരം തന്നപ്പോൾ നിങ്ങൾ ഇതേപോലെ ഈ അവസരങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും, നിങ്ങളെ മുന്നിലേക്ക് നെഗറ്റീവായിട്ടും പല രീതിയിൽ ആളുകൾ വരും. അതിലൊന്നും നിങ്ങൾ നോക്കാണ്ട് എംപവർ അക്കാദമിയിൽ ഞാൻ വന്നിട്ട് 3 വർഷത്തോളായി. ഏകദേശം 75 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങിച്ച് ഞാൻ ഈ സൂം എടുക്കുന്നത്. അപ്പൊ ഇതേപോലെ നിങ്ങൾ ഈ ഒരു അമീനിക്ക പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടിട്ടുണ്ട് ഇവിടെ, എന്താണ് ബ്ലോക്ക് ചെയിൻ, സ്മാർട്ട് കോൺട്രാക്ട്. പക്ഷെ ഒന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം ഇതിനെക്കുറിച്ച് ഒരു എഡ്യൂക്കേറ്റഡ് ഇല്ലാത്ത, ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന വേർഡുകളായിരിക്കാം. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരുപാട് കടിച്ചാൽ പൊട്ടാത്ത വേർഡുകൾ ഉണ്ടാവും. കാരണം ഒരു 10ാം ക്ലാസ്സുകാരിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. അതേപോലെ ഈ കേൾക്കുന്ന നിങ്ങൾ പല ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ 10ാം ക്ലാസ്സുകാരിൽ, ചിലപ്പോൾ +2 ഉള്ള ആൾക്കാരുണ്ടാവും. ലൈഫിൽ പരാജയപ്പെട്ടു പോയ ആളുകൾ ഒരുപാട് ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തിനാണ് ഈ സൂം നിങ്ങൾ ചൂസ് ചെയ്തത്? നിങ്ങൾക്ക് ഈ ഒരു അഫിലിയേഷൻ ലിങ്ക് തരുന്ന സമയത്ത് നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടാണ് അവർ ഈ ലിങ്ക് അയച്ചു തന്നത്? അതെനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും നിങ്ങൾ ഇത് കേട്ടിരിക്കാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ആളുകളായിരിക്കാം. അപ്പോൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, എംപവർ അക്കാദമിന്റെ കൂടെ നിങ്ങൾ ചേർന്ന് നിൽക്കുക. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ, നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ളത് എന്താണോ, അത് ഇതിലൂടെ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടിയിൽ നേടിയെടുക്കാൻ പറ്റും. കാരണം എംപവറിൽ അതും മാത്രം ഞാൻ ട്രസ്റ്റ് ചെയ്തത്. ഞാൻ ആദ്യം ബ്ലോക്ക് ചെയ്യുന്ന സ്മാർട്ട് കോൺട്രാക്ട്, ക്രിപ്റ്റോ കറൻസി ഒന്നും ഞാൻ നോക്കിയിരുന്നില്ല. എന്താണ് ഇതിന്റെ എംപവർ? ഇത് ചേർത്ത് പിടിക്കുന്നവരെ, കാരണം അവർ നമ്മൾ എംപവറിനെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ എംപവർ നമ്മളൊരു കൂട്ടിപ്പിടുത്തുണ്ട്. ഇത് മാത്രം നിങ്ങൾ നോക്കുക. കാരണം ഇന്ന് ഞാൻ സൂം എടുക്കുന്നത് എൻ്റെ വീട്ടിലിരുന്ന് കൊണ്ടാണ്. ഏകദേശം 7 വർഷമായിട്ട് വാടക വീട്ടിൽ താമസിക്കുന്ന തഫ്സീന ഫവാസ് എന്ന് പറയുന്ന ലേഡി എംപവറിന്റെ കൂടെ കയറി വന്നപ്പോൾ അന്ന് ആ കയ്യിലുണ്ടായ തുച്ഛമായ പൈസ റോൾ ചെയ്ത് വന്നപ്പോൾ ഇന്ന് അൽഹംദുലില്ലാ സ്വന്തമായിട്ടൊരു വീട്ടിൽ സൂം എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും നിങ്ങൾക്കത് എടുക്കാൻ പറ്റും. എനിക്കൊരു വിഷമം മാത്രമേ ഉള്ളൂ, എൻ്റെ പൈസ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ എൻ്റെ അനുജത്തിമാരോട്, ചേട്ടന്മാരോട് എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. ഒരുപാട് ആളുകൾ ഇപ്പം നമ്മൾ പവർ കട്ട് ആയതുപോലെ ഒരുപാട് ആളുകൾ നമ്മളെ ലൈഫിലേക്ക് പല ഇരുട്ടായിട്ട് എന്ത് ചെയ്യും, നെഗറ്റീവ് പറയാനും പിന്തിരിപ്പിക്കാനും ഒക്കെ ഞങ്ങളെ മുന്നിലേക്ക് വരും. ഞങ്ങളൊന്നും മാത്രം മനസ്സിലാക്കാം, നമ്മളൊരു വിഷമഘട്ടത്തിൽ നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ഈ പറഞ്ഞ ഇരുട്ടിലാക്കിയ ആളുകളോ, നമ്മളെ കൂടപ്പുറപ്പുകളോ, നമ്മളെ ഫാമിലീസോ, നമ്മളെ നാട്ടുകാരോ, നമ്മളെ നെയ്ബേഴ്സോ ഒന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. നമ്മൾ എന്താണോ നമ്മളെ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചത്, നമുക്ക് എന്താണ് നമ്മളെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയത്, നമ്മളെ ഭാര്യയ്ക്ക് എന്താ നമുക്ക് കൊടുക്കാൻ പറ്റിയത്, ഇത് മാത്രമേ ഉള്ളൂ. ലൈഫ് എന്ന് പറഞ്ഞ ചെറിയ ടൈമാണ്. മാക്സിമം എന്ത് ചെയ്യാം, എംപവറിന്റെ കൂടെ മിനിമം ഞാൻ പറഞ്ഞ ഇന്നത്തെ ഈ ഒരു സമയത്ത് 3 വർഷം പോലും നിങ്ങൾക്ക് വേണ്ടി വരില്ല. അത്രയും ഫാസ്റ്റ് ചെയ്യുന്നത് എംപവർ. നിങ്ങൾ ചുരുങ്ങിയത് 1 വർഷത്തിനുള്ളിൽ ഏകദേശം ഒരു 19 ലക്ഷം രൂപ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. എനിക്ക് ഒറ്റൊരു കാര്യം പ്രാർത്ഥിക്കാനുള്ളൂ പടച്ചവനോട്, ഈ ഒരു സൂം കേൾക്കുന്ന നിങ്ങൾക്ക് ഇത് കയറി നിൽക്കാനുള്ള പടച്ചവന് ആ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇതിനേക്കാളും കൂടുതൽ ഇനി എന്താണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലെ. ഇനി കൂടുതൽ ടൈം നീട്ടുന്നില്ല. ഇവിടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആരാണോ നിങ്ങൾ ഈ ഒരു സൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ തന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് ഇതിന്റെ നെക്സ്റ്റ് പ്രോസസ്സിങ് എന്താണെന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കുക. കാരണം ഇവിടുത്തെ പ്രോഗ്രാമിന്റെ പ്ലാന് കാര്യങ്ങളൊക്കെ നമുക്ക് സെക്കൻഡറി ആണ്. നമുക്ക് കിട്ടേണ്ടത് ട്രസ്റ്റ് ആണ്. ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ കയറി നിന്നിട്ട് 1 രൂപ നമുക്ക് നഷ്ടപ്പെടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ നല്ലൊരു ഡിസിഷൻ എടുക്കുക. നിങ്ങളുടെ ലൈഫിലും എന്ത് ചെയ്യുക, ഫിനാൻഷ്യലി ഫ്രീഡം കൊണ്ടുവരിക, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക, ഫാമിലിക്ക് നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ട് മാറാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എംപവർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ നടത്തിയിട്ടുള്ള BOP പ്രസന്റേഷൻ വൈൻഡപ്പ് ചെയ്തായിട്ട് അറിയിക്കുന്നു. ഈ ഒരു സമയം വരെ ഞങ്ങളുടെ കൂടെ ഇരുന്ന എല്ലാ മെമ്പേഴ്സിനും ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹാർട്ട് താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ് ഓൾ ഓഫ് യു. സൈനിങ് ഓഫ് റെസ്ലർ.